ഡയറക്റ്റ് ടാക്സ്. എന്താണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ എന്താണ് ടാക്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് ലാറ്റിൻ വാക്കായിട്ടുള്ള ടാക്സോ എന്ന വാക്കിൽ നിന്നാണ്. ടാക്സോ എന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ടാക്സ് വരുന്നത്. ഈ എന്താണ് ഇതൊക്കെ ലാറ്റിൻ എന്ന് വന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ല. നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ യൂറോപ്യൻ പുസ്തകങ്ങളായതുകൊണ്ടും അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈൽ ആയതുകൊണ്ടും നമ്മളല്ലേ ഇംഗ്ലീഷുകാർ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസ സിസ്റ്റം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടാക്സ് പഠിക്കുന്നത്. ടാക്സ് എന്നുള്ള വാക്ക് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ പേരുകളായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തീർച്ചയില്ലേ, ആയാത്ത് നിർയാത്ത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇസ് ഇംഗ്ലീഷ് വേർഡ്, പക്ഷേ ഇന്ത്യൻ വേർഡ് ഇസ് ആയാത്ത് നിർയാത്ത്. പക്ഷെ നമുക്കത് പഠിക്കാൻ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഈ ഇംഗ്ലീഷുകാർക്ക് ഈ വാക്കുകളൊക്കെ കിട്ടിയത് എവിടെ നിന്നാണ്? ലാറ്റിൻ, ഗ്രീക്ക്, റോമൻ, ജർമ്മൻ ഭാഷകളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ലാറ്റിൻ വാക്കായ ടാക്സോയിൽ നിന്നാണ് എന്ത് വരുന്നത്? ടാക്സ് എന്നുള്ള വാക്ക് വരുന്നത്. ഇതിന്റെ അർത്ഥം എസ്റ്റിമേറ്റ് എന്നുള്ളതാണ്. എസ്റ്റിമേറ്റ്. ടാക്സോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എസ്റ്റിമേറ്റ് എന്നുള്ളതാണ്. സോ ടാക്സേഷൻ ശരിക്കും പറഞ്ഞാൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല സാറേ, നമ്മളിപ്പോ ഈ നരേന്ദ്രമോദി വന്നിട്ടോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു വന്നിട്ടാണോ ടാക്സ് സ്റ്റാർട്ട് ചെയ്തത്? അതോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടാണോ ടാക്സ് ചെയ്തത്? അല്ല. ടാക്സ് വാസ് ദർ. വരുമാനമുള്ളവൻ അയാളുടെ വരുമാനത്തിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് രാജ്യം നടത്തുന്ന രാജാവിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ചുങ്കം എന്നൊരു സ്ഥലമില്ലേ? ഇല്ലേ? ചുങ്കം നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇയാളുടെ നാട്ടിലുണ്ടോ? അയനയുടെ നാട്ടിലുണ്ടോ ചുങ്കം? ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ചുങ്കം, ടോള്. ഇപ്പത്തെ ടോള്, പണ്ടതിന് ചുങ്കം എന്നാ പറയാ. ഇല്ലേ? ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ ഇടുക്കി സൈഡിലൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, ധാരാളം ചുങ്കങ്ങളുണ്ട്. ഈ ചുങ്കം എന്ന് പറഞ്ഞത് എന്താ സംഭവം? എന്താ ചുങ്കം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടാക്സ് എന്നാണ്. അതായത് ഒരു രാജ്യത്തിൽ നിന്നും വേറൊരു രാജ്യത്തിലേക്ക് സാധനം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ടാക്സ് ഉണ്ടായിരുന്നു. ആ ടാക്സ് കളക്ട് ചെയ്യാൻ രാജാവ് കുറച്ച് പടയാളികളെ അവിടെ നിർത്തും. അവിടുന്ന് ഒരാൾ പാവയ്ക്ക തലയിൽ വെച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അയാളോട് പറയും, എത്ര കിലോ പാവയ്ക്ക ഉണ്ട്? 500 കിലോ പാവയ്ക്ക. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, അതിന് 10 കിലോ പാവയ്ക്ക ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പിന്നീട് ഈ പാവയ്ക്ക കിട്ടുന്ന വല്ല കാര്യമുണ്ടോ? പിന്നീട് അതിന് എന്ത് ചെയ്തു? മെറ്റീരിയലിന് പകരം അത് മണിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈ സാധനങ്ങൾ വിൽക്കുന്നത് മാത്രം വാച്ച് ചെയ്തൊരു കാര്യമില്ല. ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നീട് മെല്ലെ മെല്ലെ എന്തുണ്ടായി? വരുമാനമുള്ള ആൾക്കാരെയും ടാക്സ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ടാക്സ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ പ്രീ എക്സിസ്റ്റിംഗ് ആണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന 1000, 10000, 5000, 6000, 7000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്തുണ്ട്? ടാക്സ് ഉണ്ട്. പക്ഷെ വേറെ രീതികളിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിന് പറയുന്ന പേരാണ് ചുങ്കം അല്ലെങ്കിൽ കൂട്ടുപാത എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എന്തുണ്ടാവുക? ഇതിൽ വേറൊരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യം, ഇപ്പൊ തിരുവിതാംകൂർ നിന്ന് വേണാട്ടേക്ക് വരുമ്പോൾ, വേണാട് നിന്ന് വള്ളുവനാട്ടിലേക്ക് വരുമ്പോൾ, വള്ളുവനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ, കോഴിക്കോട്ട് നിന്ന് അറക്കലേക്ക് പോകുമ്പോൾ ഒക്കെ എന്തുണ്ടായിരുന്നു? നികുതി ഉണ്ടായിരുന്നു, ടാക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ടാക്സ് ഇസ് നോട്ട് എ ന്യൂ തിങ് എന്നാണ് ഞാൻ പറയുന്നത്. ടാക്സ് വാസ് ദർ. നമുക്ക് ടൈം ഇമ്മമോറിയൽ ടാക്സ് വാസ് ദർ. മെഡ്യൂവൽ സെഞ്ചുറീസിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നു, ജന്മി വ്യവസ്ഥ. അവിടെ അവരെന്താ ചെയ്തിരുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഒരു രാജ്യമായിരുന്നു. രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഏരിയ. അപ്പൊ ഇത് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വരിക്കാശ്ശേരി മന ഇവിടെ കൊണ്ടുവരുന്നത്. ഈ മനക്കര തമ്പുരാന്മാരെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവരാണ് ഇത് ഭരിച്ചിരുന്നത്. അപ്പോ ഇവിടുത്തെ തമ്പുരാന്മാരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ഉടമസ്ഥന്മാരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഞാനൊരു പ്രാവശ്യം ഈ മനയുടെ ഏറ്റവും മുകളിലെ ഫ്ലോറിൽ പോയപ്പോൾ അവിടെ ധാരാളം പുസ്തകങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ആ പുസ്തകങ്ങൾ ഞാനിങ്ങനെ ഇവിടെയുണ്ട് അങ്ങനത്തെ പുസ്തകങ്ങൾ മറിച്ച് നോക്കിയപ്പോ നമ്മൾ കാണാൻ സാധിച്ചത് 1810, 1815 അവർക്ക് എന്ത് കിട്ടുന്നത്? കപ്പം കിട്ടിയിട്ടുണ്ട്. കപ്പയല്ല, കപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ കപ്പം എന്നുള്ള വാക്ക്? ഒരു ജന്മി അയാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു രാജാവ് അവരുടെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ആ രാജാവിന് അല്ലെങ്കിൽ ജന്മിക്ക് കൊടുക്കണം എന്ന നിയമം ഉണ്ടായിരുന്നു. ഇതിനെയാണ് കപ്പം എന്ന് പറയുന്നത്. ഇതിന്റെയും ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ടാക്സ് എന്നുള്ളത്. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട്
ഹൃദ്യക്ക് 4 ഏക്കർ സ്ഥലം പനമണ്ണയിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കൃഷി ചെയ്ത ഹൃദ്യ ചുവന്ന അരി അല്ലെങ്കിൽ ഇന്ന മോഡേൺ അരി അത് 5 ചാക്ക് കപ്പമായിട്ട് തന്നിട്ടുണ്ട്. ഇനി 2 ചാക്ക് തരാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായി? ടാക്സ് അവിടെ. പണ്ട് ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു, ജന്മി വ്യവസ്ഥ. എന്താ ജന്മി എന്ന് പറഞ്ഞാല് അയാൾ കുറെ പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടികൾ കുടിയാന്മാർക്ക്, എന്നാൽ കുടിയാന്മാരെന്ന് പറഞ്ഞാല് അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് ജോലി ചെയ്യാൻ വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കും. അതിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സർട്ടൻ പെർസെന്റേജ് ആർക്ക് കൊടുക്കണം? ജന്മിക്ക് കൊടുക്കണം. ബാക്കിയുള്ളത് ആർക്കെടുക്കാം? കുടിയാനെടുക്കാം. ഇതൊക്കെ ഇന്നും ഉണ്ടോ? ഉണ്ട്. നമ്മൾ പാട്ടത്തിന് കൊടുക്കാന്ന് പറയും. എന്താ പറയാ? പാട്ടത്തിന് കൊടുക്കുക. പാട്ടത്തിന് കൊടുക്കുക എന്താണ്? നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇഞ്ചി നടത്താനോ അല്ലെങ്കിൽ കുരുമുളക് വെക്കാനോ ആൾക്കാർക്ക് കൊടുക്കുന്നു. അവരതിൽ കൃഷി ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ സർട്ടൻ പെർസെന്റേജ് മോണിറ്ററി, നമുക്ക് ഇഞ്ചി വേണ്ട, നമ്മൾ എന്താ ചെയ്യുക? പണമായിട്ട് വാങ്ങുന്നു. ഇതായിരുന്നു ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇക്കണോമിക് സയൻസ് ഒക്കെ മാറി. അത് മാറിയപ്പോൾ മോഡേൺ സ്റ്റേറ്റ് വന്നു. അവിടെ എന്തുണ്ടായില്ല? ഈ ജന്മി വ്യവസ്ഥയൊന്നും ഉണ്ടായില്ല. ജന്മി വ്യവസ്ഥ ഇല്ലാതെയായി. നമ്മൾ നമ്മുടെ നാട് നോക്കുകയാണെങ്കിൽ ഭൂപരിഷ്കരണ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു, അല്ലെ? ഭൂപരിഷ്കരണ നിയമത്തിന്റെ പിതാവ് ആരാണ് ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ആര് കാരണമാണ്? മലയാളി പറയും EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല. ആരാ? ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത ഒരു സന്യാസിയുണ്ട്. സന്യാസി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വയസ്സായ ആള് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആരാ? മഹാത്മാഗാന്ധി അല്ല, വിനോബ ഭാവെ. അദ്ദേഹമാണ് ഇന്ത്യയിലെ ഭൂദാന പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ്. എന്താ ഭൂദാന പ്രസ്ഥാനം? വലിയ വലിയ പണക്കാരായിട്ടുള്ള ജന്മികളായ ആൾക്കാരോട് അവരുടെ കുടിയാന്മാർക്ക് അവരുടെ സ്ഥലങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടി പറയുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ ഭൂപരിഷ്കരണ നിയമം വന്നത് ഇന്ത്യയിൽ. ഭൂപരിഷ്കരണ നിയമം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ എന്താണ്ടായി? ജന്മി കുടിയാൻ വ്യവസ്ഥ ഇല്ലാതായി. ആരായി? ഒരൊറ്റ ജന്മി. നമ്മുടെ നാട്ടിൽ ആകെ ഒരൊറ്റ ജന്മിയേ ഉള്ളൂ. അതാരാ? സ്റ്റേറ്റ് ജന്മിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ചോദ്യം ചോദിക്കാം. ആരുത്തരം പറയണ്ട, ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ. അനുപമയുടെ വീട് അനുപമയുടെ അല്ലേ? അനുപമയുടെ വീട്ടുകാരുടെ അല്ലേ? സ്വന്തം വീടല്ലേ അത്? അതിലെന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തൂടെ? ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് നിങ്ങൾക്ക് എത്ര അറിയുന്നതെന്ന് ചോദിക്കാം. ആ വീട്ടിൽ എന്ത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്തൂടെ? ഗവൺമെന്റ് എപ്പോഴെങ്കിലും നമ്മുടെ വീട് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഗവൺമെന്റ് അത് പിടിച്ചെടുക്കാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഉടമസ്ഥാവകാശമുണ്ടോ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്ഥലം, ഇതിൽ നിങ്ങൾക്ക് ഉടമസ്ഥ അവകാശമുണ്ടോ? എന്തൊരു ചോദിക്കുന്ന സാറേ. ഇതെന്റെ മുത്തശ്ശന്റെ ആയിരുന്നു, അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ ആയി, അതിപ്പോ എൻ്റെ ആയി, നാളെ എൻ്റെ മക്കളുടെ ആവും. അങ്ങനെയല്ലേ നമ്മുടെ സിസ്റ്റം? ഉണ്ടോ? നമ്മുടെ ഇവിടെ അങ്ങനെ കുറച്ച് മുടി വെളുത്തിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. 1976-78 അടിയന്തരാവസ്ഥ എന്നെ തോൽപ്പിച്ച ഞാൻ സുപ്രീം കോടതി എടുത്ത് വിളിച്ചറിയുന്നു പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അറിയോ നിങ്ങൾക്ക്? രാജ്നാരായൺ വേഴ്സസ് ഇലക്ഷനിൽ തോറ്റപ്പോ, ഇലക്ഷനിൽ ജയിച്ചപ്പോ രാജ്നാരായൺ പറഞ്ഞു. എന്താ രാജ്നാരായൺ പറഞ്ഞേ? സ്റ്റേറ്റിന്റെ മെഷീനറി ഉപയോഗിച്ച് പറ്റിച്ചിട്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ എനിക്കെതിരെ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് പറ്റില്ല, ഞാൻ തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചി എങ്കറിയോ? 1976, 77, 78 കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ കാരണം അവർക്ക് ഭരണം പോകുമോ എന്ന് പേടി വന്നപ്പോ ഭരണം പോകാതിരിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു. വേറെ ഒരു കാരണവുമില്ല. ആ ചേച്ചിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തില് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നു. ആ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റില് ഇന്ത്യയിൽ ഒരാൾക്കും ഒരു പ്രോപ്പർട്ടിയിലും ഉടമസ്ഥാവകാശമില്ല. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു, എന്നാൽ അതിനെ അവർ റിമൂവ് ചെയ്തു. ഇതിന് നിങ്ങൾക്ക് എന്ത് അവകാശമേ ഉള്ളൂ? ഇപ്പം കൈവശാവകാശം മാത്രമേ ഉള്ളൂ, പൊസഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിക്കൊക്കെ ഇടയ്ക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറയണത്. കൈവശാവകാശം മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും ഗവൺമെന്റിന് നിങ്ങളുടെ വീട് പിടിച്ചെടുക്കാം, നിങ്ങളുടെ സ്ഥലം പിടിച്ചെടുക്കാം. നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാം. ആ കൈവശം വെക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന
നികുതിയാണ്. ടാക്സ് ലാൻഡ് വെക്കുന്നതിന് ലാൻഡ് ടാക്സും വീട് അതിൽ വെച്ചതിന് നിങ്ങൾ എന്ത് കൊടുക്കും? വീടിന്റെ ടാക്സും ഹൗസ് ടാക്സും നിങ്ങൾ കൊടുക്കും. അപ്പോ നിരവധി ജന്മികളിൽ നിന്നും ഒരു ജന്മിയായിട്ട് മോഡേൺ സിസ്റ്റം മാറി. അപ്പൊ അവിടെ എന്തുണ്ടായി? ടാക്സ് ഉണ്ടായി. പഴയ സിസ്റ്റത്തില് സാധനങ്ങളായിരുന്നു ഒരു പെർസെൻറ്റേജ് ഓഫ് മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത് എങ്കിൽ ഇപ്പൊ എന്താ കൊടുക്കുന്നത്? നമ്മൾ പണമായിട്ട് ടാക്സ് ആർക്ക് കൊടുക്കുന്നു? ഗവൺമെന്റിന് കൊടുക്കുന്നു. അപ്പൊ ടാക്സിന്റെ ഇവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടായതല്ല എന്നും വളരെ കാലങ്ങൾക്കുണ്ടായിട്ടാണ്. എന്താണ് ടാക്സ്? മീനിങ് ഓഫ് ടാക്സ്. ടാക്സിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടാക്സ് പെയറുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജ് അല്ലെങ്കിൽ ലെവി, ഒരു ലെവി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ചാർജ്, ഇതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഇതാരാ കളക്ട് ചെയ്യുക? ഇറ്റ് വിൽ ബി കളക്റ്റഡ് ബൈ എ സ്റ്റേറ്റ്. ആരാണോ ടാക്സ് പെയർ, അയാളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജ് അല്ലെങ്കിൽ ലെവി കളക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു അതോറിറ്റി, സ്റ്റേറ്റിന്റെ ഒരു ഫങ്ഷണൽ അതോറിറ്റി, അതുപോലത്തെ ഒരു അതോറിറ്റി ആരാണോ ടാക്സ് കൊടുക്കേണ്ട ആള് അയാളുടെ മുകളിൽ ചാർജ് ചെയ്യുന്നതോ അയാളുടെ മുകളിൽ ലെവി ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ചാർജാണ് എന്ത്? ടാക്സ്. ഇതാരാ ടാക്സ് അഭിജിത്ത? സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പോലെയുള്ള ഒരു ഫങ്ഷണൽ അതോറിറ്റി. പഞ്ചായത്ത് ടാക്സ് ചെയ്യോ? മുനിസിപ്പാലിറ്റി ടാക്സ് ചെയ്യോ? അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് എന്ന് വാക്കിനർത്ഥം കേരള സ്റ്റേറ്റ് എന്നല്ല കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ സംസാരിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അതോറിറ്റി അല്ലെ, ഗവൺമെന്റ് ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് മാത്രമല്ല, സ്റ്റേറ്റിനെ പോലെയുള്ള ഒരു ഫങ്ഷണൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഒക്കെ ടാക്സ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അഥവാ അങ്ങനെ കൊടുക്കേണ്ട ആള് കൊടുത്തില്ലെങ്കിൽ എന്താ കൃഷ്ണന് വേണ്ടി ഉണ്ടാവുക? അല്ലെങ്കിൽ ആ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? കൊടുക്കുന്നതിൽ വിസമ്മതിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അവർക്ക് നിയമപ്രകാരം ശിക്ഷ ലഭിക്കും. അപ്പൊ എന്താ നമ്മൾ ടാക്സിനെ കുറിച്ച് മനസ്സിലാക്കിയേ? ടാക്സ് കൊടുക്കേണ്ട ഒരാളിൽ നിന്നും അയാളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജ് അല്ലെങ്കിൽ ലെവി ആരാ ഇമ്പോസ് ചെയ്യുന്നത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പോലെ ഒരു അതോറിറ്റി. അങ്ങനെ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കൊടുക്കാതിരിക്കുകയോ കൊടുക്കുന്നതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് കാണിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? നിയമപ്രകാരം ശിക്ഷ കിട്ടും. ക്ലിയർ? അതാണ് ടാക്സ്. ക്ലിയർ ആണ്? അപ്പൊ ടാക്സിൽ എന്തുണ്ട്? ഒരു ലെവി ഉണ്ട്, ഒരു ചാർജ് ഉണ്ട്, പണിഷ്മെന്റ് ഉണ്ട്. And it will be imposed by the state or similar authority. അത്രയേ ഉള്ളൂ. ടാക്സ് എന്തിനാ ഗവൺമെന്റ് വാങ്ങുന്നത്? ഗവൺമെന്റിന്റെ ചെലവുകൾ അല്ലെ, നിങ്ങൾക്ക് പെൻഷൻ തരണം, റോഡ് വേണം, ബ്രിഡ്ജ് വേണം, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റികൾ വേണം, ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നമ്മൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവണോ സന്തോഷം ഉണ്ടാവണോ? കിട്ടുന്നവന് സന്തോഷമൊക്കെ ഉണ്ടാവാം, പക്ഷെ നാട്ടുകാർക്ക് മുഴുവൻ സങ്കടം ഉണ്ടാവുള്ളൂ. ഹലോ, ഈ പെട്രോളിനും ഡീസലിനും സബ്സിഡി കുറച്ചപ്പോ നമുക്ക് സന്തോഷം ഉണ്ടായോ സങ്കടം ഉണ്ടായോ? എല്ലായിടത്തും വില 100 രൂപ ആയിരുന്ന സമയത്ത് നമുക്ക് 60 രൂപ ഉണ്ടായിരുന്നു പെട്രോളിന്റെ വില, ഡീസലിന്റെ വില. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞു 100 രൂപ തന്നെ തരണം നിങ്ങൾക്ക് സബ്സിഡി തരില്ല. അതാ സബ്സിഡി എന്ന് പറഞ്ഞാല് അതിന്റെ വില കുറച്ച് ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വിൽക്കുക. അങ്ങനെ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ? അതാണ് ശരി. കാരണം ഈ പെട്രോളിനും ഡീസലിനും സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടി മുക്കിനും പെട്രോൾ ബങ്കാണ് ഇപ്പം. ഒരാവശ്യമില്ലെങ്കിലും നെജിന് എന്താ ചെയ്യാ? ഇവിടുന്ന് അപ്പുറത്തേക്ക് നടക്കാനും വണ്ടി എടുത്ത് ആയിട്ട് പോകുള്ളൂ അല്ലേ? ഈ പെട്രോളിനൊക്കെ സബ്സിഡി കൊടുക്കുമ്പോൾ ഈ സബ്സിഡി കൊടുക്കാനുള്ള പൈസ 100 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ 40 രൂപ ആര് കൊടുക്കണം? ഗവൺമെന്റ് കൊടുക്കണം. നരേന്ദ്രമോദിയോ പിണറായി വിജയനോ വീട്ടിൽ തുറന്നു കൊടുക്കുവോ? എവിടുന്ന് കൊടുക്കും? നിങ്ങളുടെ ഇൻകം ടാക്സ് കൂടി, നിങ്ങളുടെ GST കൂടി. പാർലെ ബിസ്ക്കറ്റിന്റെ വില 11 രൂപയായി. അത്രേ ഉള്ളൂ. മനസ്സിലാണോ ഞാൻ പറഞ്ഞത്? നമ്മളെ നാട്ടില് വൃത്തിയായിട്ട് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് ഇന്നും കേരളത്തിലെ ആൾക്കാർ 1 ലിറ്റർ എണ്ണ അടിക്കുമ്പോൾ 2 രൂപ എക്സ്ട്രാ കൊടുത്തോണ്ടിരിക്കുക. 2016 ഫ്ലഡ് ഉണ്ടാകുന്നത്. 2016, 2018 കാലഘട്ടങ്ങളില്. അന്ന് മുതൽ ഇന്ന് വരെ 1 ലിറ്റർ ഡീസലിനും പെട്രോളിനും 2 രൂപ എക്സ്ട്രാ. കാരണം എന്തായാലും സെസ് ചാർജ് ചെയ്തല്ലോ. ഇനിയിപ്പോ എന്തിനാ അത് വിഡ്രോ ചെയ്യണം? നമുക്കത് വാങ്ങിക്കൊണ്ടേയിരിക്കാം.
പെൻഷൻ കൊടുക്കാനായി പൈസ, നമുക്ക് അത്യാവശ്യം അമേരിക്കയിലേക്ക് ഉള്ള പൈസയായി. മനസ്സിലാവണ്ടോ ഞാനീ പറഞ്ഞേ? അത് ഇനബിലിറ്റിയാണ്. നമ്മളിൽ നിന്ന് ടാക്സ് വാങ്ങി അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവില്ലായ്മയാണ് അത് കാണിക്കുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പൊ ടാക്സ് ഗവൺമെന്റ് വാങ്ങുന്നത് ഗവൺമെന്റിന്റെ ചിലവുകൾ, ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ചിലവുകൾ കൊടുക്കുന്നതിന് വേണ്ടി. നിങ്ങളുടെ നാട്ടിലെ റോഡിന് പണിയെടുത്ത് 6-ാമത്തെ മാസം കുഴി വന്നാൽ ആ കോൺട്രാക്ടർ പിടിച്ച് ഇടിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് ടെൻഡർ കൊടുത്താൽ MLA പിടിച്ച് ഇടിച്ചിരിക്കണം. കാരണം അതിനുള്ള പണി എടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആൾക്കുണ്ട്. കാരണം ഇനി അത് കുഴി അടക്കണമെങ്കിൽ ആദ്യം വേറെ പൈസ ടെൻഡർ കൊടുക്കണം. അപ്പൊ വീണ്ടും നികുതി കൂടി. ഒരു ബിസ്ക്കറ്റിൽ 5 പൈസ കൂട്ടി. 5 പൈസയിലേ കൂട്ടിയുള്ളൂ. എന്താ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം? 5 പൈസയെ കൂട്ടിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട്. നിങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് പെറുക്കാൻ വേണ്ടി അപ്പുറത്ത് ചേച്ചി വരും. ആ ചേച്ചി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ കൊടുക്കണം. അപ്പൊ കുറെ ആൾക്കാർ അത് റെസിസ്റ്റ് ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞേ? നാണുണ്ടോ അതൊക്കെ പറയാൻ? ഒരു 50 ഉറുപ്പ്യ മാസത്ത് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? വെറും 600 രൂപയല്ലേ ഉള്ളൂ. എന്നിട്ടും ആൾക്കാർ കൊടുക്കാണ്ടായപ്പോൾ പഞ്ചായത്ത് പോയ ഒരു കടലാസും കിട്ടൂല. എന്ത് കടലാസ് കിട്ടണമെങ്കിൽ ഈ 600 അടച്ചാൽ മാത്രമേ സാധനം കിട്ടുള്ളൂ. ആരുടെ പരാജയമാണ് ഇത്? ഗവൺമെന്റുകളുടെ പരാജയ. ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തില്ല. ഇതിപ്പോ അവർക്ക് ജോലി കൊടുക്കാൻ അവസരം ഉണ്ടാക്കുക ചെയ്തേ. ഇതല്ല ചെയ്യണ്ടേ. ആ വേസ്റ്റിനെ സംസ്കരിക്കാനുള്ള ഒരു സിസ്റ്റം. എന്നിട്ട് ഈ വേസ്റ്റ് എന്താ ചെയ്യണേ? കണ്ടോ നിങ്ങള്? ഈ ചേച്ചി ഇത് കൊണ്ടുപോയിട്ട് റോഡിൽ ഏതെങ്കിലും മുക്കിലിടും, നായ കടിച്ച് പൊളിക്കും, എന്നിട്ട് ആ പ്ലാസ്റ്റിക് ഒക്കെ പറന്ന് കിടക്കും, അതൊരു വണ്ടിയിൽ കയറ്റിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും. ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ സിസ്റ്റത്തിനൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? മിസ്മാനേജ്. ടാക്സ് ഗവൺമെന്റ് വാങ്ങുന്ന ടാക്സ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ ടാക്സ് ഈസ് എ കമ്പൽസറി. പക്ഷെ ടാക്സ് എന്താണ്? ഒരു കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജ് ആണ്. ഒരു കമ്പൽസറി ആയ ഫിനാൻഷ്യൽ ചാർജ് ആണ്. ആൻഡ് some other type of levy imposed on a taxpayer on an individual or legal entity. വ്യക്തികളായതോ അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി ആയിട്ടുള്ള ഒരു ടാക്സ് പെയറുടെ മുകളിൽ ഒരു ഫിനാൻഷ്യൽ ചാർജ് അല്ലെങ്കിൽ ഒരു ലെവി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നു. ഗവൺമെന്റ് ഓർഗനൈസേഷനോ ഇമ്പോസ് ചെയ്യുന്നു. അത് ടാക്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഫണ്ട് ഗവൺമെന്റ് സ്പെൻഡിങ്. ഗവൺമെന്റിന്റെ ചിലവുകൾ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് വേരിയസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ മറ്റുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് പ്രധാനമന്ത്രിക്ക് ശമ്പളം കൊടുക്കാനും റോട്ടിൽ പുല്ല് പറിക്കാനും കൂടിയാണ് ഈ പൈസ വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. അത് റീജിയണൽ ആകാം, ലോക്കൽ ആകാം, നാഷണൽ ആകാം. ആൻഡ് അതാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് കംപ്ലയൻസ് റെഫേഴ്സ് ടു പോളിസി ഓഫ് ആക്ഷൻ. ദ ടാക്സ് കംപ്ലയൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പോളിസി ഓർ ആക്ഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ aimed at ensuring that taxpayers are paying the tax amount of tax at the right time and securing the correct tax allowance and tax relief. ടാക്സ് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ടാക്സ് കൊടുക്കേണ്ട ആൾക്കാർ കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക, ആ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആൾക്ക് കുറച്ച് റിലീഫും ബെനിഫിറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി അവരെ കൊണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതിനെയാണ് ടാക്സ് കംപ്ലയൻസ്. അപ്പോൾ 2 കമ്പോണന്റ് പറയാം. ടാക്സ്, ഒരു ഫിനാൻഷ്യൽ ചാർജ് ലെവി ഓൺ ദ ടാക്സ് പെയർ ബൈ ദ ഗവൺമെന്റ് ഓർ സച്ച് അതർ അതോറിറ്റി ടു ഫണ്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓർ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതാണ് ടാക്സ്. ടാക്സ് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് എ സിസ്റ്റം വേർ ദ ടാക്സ് പെയർ ഈസ് പേയിങ്, എൻഷുറിംഗ് ദാറ്റ് ദ ടാക്സ് പെയർ ഈസ് പേയിങ് ടാക്സ് ഇൻ ദ റൈറ്റ് ടൈം. And if he is paying in right time, providing with some relief or benefit so that it will be encouraged to pay in right time. ഇത്രയേ ഉള്ളൂ ടാക്സ് ആൻഡ് ടാക്സ് കംപ്ലയൻസ്. ക്ലിയർ? ടാക്സിന് നമുക്ക് അങ്ങനെ ഒരു പ്രിസൈസ് ഡെഫിനിഷൻ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും ടാക്സിനെ കുറിച്ച് വ്യത്യസ്തമായിട്ട്. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ടാക്സിന് ഒരു പ്രത്യേകിച്ചിട്ട് ഒരു ഡെഫിനിഷനും ഇല്ല. പലരും പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സെലിഗ്മാൻ പറയുന്നത് ഇതൊരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. ഒരു വ്യക്തി കമ്പൽസറി ആയിട്ട് ഗവൺമെന്റിന് അവരുടെ ചെലവുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ ടാക്സ് എന്ന് പറയാം. ശരിയാ തോന്നുന്നില്ല ഇത് കേട്ടപ്പോൾ?
അങ്ങനെ നമ്മൾ ചെയ്യണേ എന്താണ് ചെയ്യണത്? ഒരു വ്യക്തി അയാളെ കൊണ്ട് ഉണ്ടാകുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയൊരു എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു? ഗവൺമെന്റിന് കൊടുക്കുന്നു. അതുവഴി ഗവൺമെന്റ് നമുക്ക് റോഡും പോലീസും ഫയറും റെയിലും ഒക്കെ നമുക്ക് തരുന്നു. ഈ സംവിധാനങ്ങൾ തരുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ നമുക്ക് എന്ത് പറയാം? ടാക്സ് എന്ന് പറയാം. സെലിഗ്മാൻ അങ്ങനെയാ പറഞ്ഞത്. ഡിമാർക്കോ എന്താ പറഞ്ഞേ? എ ടാക്സ് ഈസ് എ ഷെയർ ഓഫ് ഇൻകം. കുറച്ചുകൂടി മാറ്റി, അതായത് വരുമാനത്തിന് ഒരു ഭാഗം എന്നതിന് പകരം ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനുപാതത്തിൽ, ഒരു പെർസെൻറ്റേജ് എന്നുള്ള വാക്കുകൊണ്ട് വേണം. ഒരു ഷെയർ ഓഫ് ഇൻകം നിങ്ങൾ എന്ത് ചെയ്യും? സിറ്റിസൺസ് സ്റ്റേറ്റിന് കൊടുക്കുന്നു. അതുവഴി ആ കൊടുക്കുന്ന പൈസ കൊണ്ട് ആ സിറ്റിസൺസിന്റെ അവകാശങ്ങളെ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നു? സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. കുറച്ചും കൂടി എന്തായി? അഡ്വാൻസ്ഡ് ആയി, മോഡേൺ ആയി. അതായത് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു ഷെയർ കൊടുക്കണം എന്നാണ് ഡിമാർക്കോ പറഞ്ഞത്. അതേസമയം ഹ്യൂഗ് ഡാൾട്ടൺ പറഞ്ഞത് ടാക്സ് ഒരു കമ്പൽസറി ചാർജാണ്. നിങ്ങൾക്ക് സഹായം വേണമെങ്കിലും വേണ്ടില്ല, വരുമാനമുണ്ടോ നിങ്ങളെ ടാക്സ് ചെയ്യും. അത് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നടത്തിപ്പോവാൻ സ്റ്റേറ്റിന്റെ സിസ്റ്റം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഡാൾട്ടൺ പറയുന്നത്. ഇതൊക്കെ ശരിയാ തോന്നും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ടാക്സ്. എ ടാക്സ് ഇസ് എ പെക്യൂനറി ബർഡൻ. കണ്ടോ? ബോവിയർ പറയുന്നത് നോക്ക്, ഇത് ശല്യമാണ്. ടാക്സ് ഒരു ശല്യമാണ്. സത്യം പറഞ്ഞ ടാക്സ് ഒരു ശല്യമാണ് അല്ലെ? ഒരു പാക്കറ്റ് പാർലേജി വാങ്ങുമ്പോൾ എന്റെ മോളെ താൻ എത്ര പൈസ കൊടുക്കണമെന്ന് അറിയാമോ? 60 പൈസ ടാക്സ് കൊടുക്കുന്നുണ്ടാവും. പാവപ്പെട്ടവൻ പിച്ചെടുത്ത് വാങ്ങുന്ന പാർലേജിക്കും 60 പൈസ ടാക്സ് കൊടുക്കണം. ബോവിയർ പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സാധനമാണ് ടാക്സ്. ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ കളക്ട് ചെയ്യുന്നത്? ടു സപ്പോർട്ട് ദ ഗവൺമെന്റ് ആൻഡ് എൻഫോഴ്സ് ദ പ്രൊപ്പോർഷണൽ കോൺട്രിബ്യൂഷൻ ഓഫ് പേഴ്സൺസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഫോർ പബ്ലിക് നീഡ്സ്. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഗവർണൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും. ആലോചിച്ച് നോക്കൂ, ചുമ്മാ ആലോചിക്കേ. ഞാൻ കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. ആൻഡ് ഒരു 5 ഡിജിറ്റ് 6 ഡിജിറ്റ് ടാക്സ് ഞാൻ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഇൻകം ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഞാൻ BPL അല്ല, പെൻഷൻ ഇല്ല, എനിക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഗവൺമെന്റ് എനിക്ക് കിട്ടുന്നുണ്ട്? എൻ്റെ വീട്ടിലേക്ക് റോഡില്ല, പിന്നെന്താ ഗവൺമെന്റ് കിട്ടുക? ഇലക്ട്രിസിറ്റിക്ക് ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ പൈസ അടയ്ക്കുന്നുണ്ട്. എന്താ ബെനിഫിറ്റ്? ബോവിയറാണ് ഞാൻ. ബോവിയർ എന്താ പറഞ്ഞേ? ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്ന ബെനിഫിറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന പൈസയെ നമ്മൾ എന്ത് പറയും? മനസ്സിലാവണോ ഞാൻ പറഞ്ഞേ? അതായത് ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് പോയാലേ ടാക്സിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 6 മുതൽ 14 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന നിയമമുണ്ട്. അവിടെ ഈ ഫ്രീ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്കൂളുകളിലൊക്കെ എഡ്യൂക്കേഷൻ ഫ്രീ അല്ലേ? ഈ എഡ്യൂക്കേഷൻ ഫ്രീ കൊടുക്കുമ്പോൾ ഇവരുടെ അച്ഛനോ അമ്മയോ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ബോവിയറാണത്. ബോവിയർ എന്താ പറയണത്? പബ്ലിക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ടാക്സ്. ആ ബെനിഫിറ്റ് നമുക്ക് തന്നെ കിട്ടണമെന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് തന്നെ കിട്ടണമെന്നില്ല. അതാണ് ഡെമോക്രസിയുടെ പ്രത്യേകത. ഡെമോക്രസിയുടെ പ്രത്യേകത അതാണ്. കാരണം അവിടെ ബെനിഫിറ്റുകൾ എനിക്ക് തന്നെ കിട്ടില്ല, പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഈ 4 ഡെഫിനിഷൻസും കറക്റ്റ് ആണ്. 4 ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാം. ഒരു ടാക്സിന്റെ പുറകിലുള്ള റാഷണൽ എന്താണ്? കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മളതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്? എന്തിനാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്? ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ വാർ, യുദ്ധം നടത്തുന്നതിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കക്കാർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് ഇൻകം ടാക്സ് എന്തിനാ പോണ? യുദ്ധം നടത്താൻ. ഒരു ആവശ്യമുള്ള യുദ്ധം നടത്താൻ പോവല്ലേ? ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രംപൻ രാവിലെ എണീച്ച് ചായ കുടിക്കുമ്പോൾ ചായ ഇവിടെ കുത്തിച്ച് അപ്പൊ പറയും, എന്നാ ഇപ്പൊ ഇവിടെ യുദ്ധം ചെയ്യാം, എവിടെ? ഗ്രീൻലാൻഡിലേക്ക് അങ്ങ് പോയേക്കാം. ജനങ്ങളാണോ പറയണേ? ജനങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവോ? ഉണ്ടാവണമെന്നില്ല. അപ്പൊ യുദ്ധ ചെലവുകൾക്ക് വേണ്ടി, നിയമം പരിപാലിക്കുന്നതിന് വേണ്ടി, പബ്ലിക് ഓർഡർ നടത്തുന്നതിന് വേണ്ടിയിട്ട്. പോലീസുകാരെ പാവങ്ങൾ റോട്ടിൽ നിർത്താൻ പൈസ കൊടുക്കണം നമ്മളാ. പബ്ലിക് ഓർഡർ അല്ലെ? പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിയമം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ സ്ഥലത്തേക്ക് ആരെങ്കിലും കടന്നു കയറാൻ നിങ്ങൾ പോയി പോലീസിന് കേസ് കൊടുക്കും. പോലീസ് നിങ്ങളെ കേസ് അന്വേഷിച്ച് ആളെ ഓടിച്ചിട്ട് പിടിക്കും. കാശാര കൊടുക്കണേ? നമ്മൾ തന്നെ കൊടുക്കണേ. ടാക്സ് അതിന് വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. ദെൻ
ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. എന്താ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ? റോഡ്, റെയില്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കോടതികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ നമുക്ക് ആവശ്യമായ സംഭവങ്ങളാണ്. ദെൻ പബ്ലിക് വർക്കുകൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സോഷ്യൽ എഞ്ചിനീയറിംഗ്. എന്താ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താ? വാട്ട് ഈസ് സോഷ്യൽ എഞ്ചിനീയറിംഗ്? നമ്മളിങ്ങനെ ആലോചിക്കണം. സമൂഹത്തിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുമകൾ, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നും മാറി ചിന്തിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ സാമൂഹിക മാറ്റം ഉണ്ടാക്കുക. സമൂഹത്തിൽ ആൾക്കാരെ നോക്കൂ, ശൈശവ വിവാഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സംഭവമല്ലേ? അത് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? നമുക്കൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടി വന്നില്ലേ? രാജാറാം മോഹൻ റോയ് അല്ല ശരിക്കും പറഞ്ഞാൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ആള്. അദ്ദേഹമാണ് മുമ്പിൽ നടന്നത്. ഒരാൾക്ക് ഇതിന്റെ അവാർഡ് കൊടുക്കല്ലേ? ഒരാളല്ല ഇത് ചെയ്യുന്നത്, ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നു. അതിനാരുണ്ട്? ഒരു ലീഡറുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി ഷാബാനു കേസ്. ഷാബാനു കേസിൽ എന്താണ്? ഒരു സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കണം? നഷ്ടപരിഹാരം കൊടുക്കണം. നിയമമാണത് കേട്ടോ. അതൊരു സോഷ്യൽ എഞ്ചിനീയർ. അത് ഇംപ്ലിമെന്റ് നിതാക്കത്ത്, സോറി എന്താണ്, തലാക്ക്, ട്രിപ്പിൾ തലാക്ക്. തെറ്റല്ലേ അത്? ഇതൊക്കെ അതുപോലെ ക്രിസ്ത്യൻ ഫാമിലികളിൽ പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടായിരുന്നില്ല. എന്താ പിന്തുടർച്ചാവകാശ നിയമം എന്ന് പറഞ്ഞാൽ? ആണുങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ, പെണ്ണുങ്ങൾക്ക് ഒന്നും കിട്ടൂല. നിയമമാണ്. അത് മാറ്റിയില്ലേ? ഇതൊക്കെ ജനങ്ങളുടെ അങ്ങനെയായിരുന്നു നിയമം. അറിയാലോ ബിജത്തിക്ക്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഹിന്ദുക്കളിൽ തന്നെ വ്യത്യസ്തമായ ജാതികളിലും പെട്ട ആൾക്കാർക്ക് വ്യത്യസ്ത നിയമങ്ങളായിരുന്നു. ഇപ്പൊ നായന്മാർക്കാണെങ്കിൽ കല്യാണം കഴിച്ചാൽ പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കണം, നിർബന്ധ. പണ്ട് ഫാത്തിമ ഞെട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല ഈശ്വര സാറേ. നമ്മൾ നമ്മുടെ ജാതികളെയും നമ്മുടെ ആചാരങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, ചിലപ്പോൾ കരച്ചിലും വരും, ചിലപ്പോൾ അപമാനം തോന്നും നമുക്ക്. എത്ര വൃത്തികെട്ട ആചാരങ്ങളുണ്ടറിയും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. ഈഴവന്മാരായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം, പിന്നെ വീട്ടിൽ നിന്ന് പടി അടിച്ച് പെണ്ണ വെച്ച് ഒന്നും കിട്ടൂല. ക്രിസ്ത്യൻസിൽ പിന്നെ ജാതി ഉണ്ടായിരുന്നില്ല. ഏത് ക്രിസ്ത്യൻ ആണെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്, പിന്നെ പെണ്ണിനൊന്നുമില്ല. വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിയിടണം പൊക്കോളാൻ. പെട്ടി, പ്രമാണം, പാത്രം, പിഞ്ഞാണം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഒക്കെ ഇവിടെ കൊണ്ടുപോയിക്കോളണം. പിന്നെ വരില്ല, ഒരിടത്ത് കിട്ടൂലൊന്നും. ഇതൊക്കെ തെറ്റല്ലേ? ഇതൊക്കെ തെറ്റാണ്. തെറ്റല്ലേ എന്നല്ല, തെറ്റാണ്. അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇവിടുന്ന് പിണറായി വിജയനോ പറഞ്ഞാൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. അതിനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണം, ധാരാളം ആക്ടിവിറ്റികൾ നടക്കും. അതിന് പണം വേണ്ടേ? ചിക്കിലി നോട്ട്, ദുഡ്, പണം. അത് ടാക്സ് എന്ന് കിട്ടും കേട്ടാ. ദെൻ ദ ഓപ്പറേഷൻ ഓഫ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടുപോകാൻ അല്ലേ, അതിന് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കാൻ, പഞ്ചായത്തുകാർക്ക് ശമ്പളം കൊടുക്കാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് പണം വേണം. ഇതിനൊക്കെയാണ് ടാക്സ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വെൽഫെയർ സർവീസ് കൊടുക്കാൻ, ഇൻഷുറൻസ് ഫ്രീ, ഗ്യാസ് ഫ്രീ, അരി ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ, എല്ലാ ഫ്രീയും നമ്മുടെ കയ്യിൽ നിന്നാ പോണേ. അപ്പൊ എന്തെങ്കിലും ഫ്രീ കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ എന്താ ഇവരെ കൊണ്ട് ചെയ്യപ്പെടും നമ്മൾ ആദ്യം നോക്കിക്കൊള്ളണം. അതായത് ഇലക്ഷൻ 4 വോട്ട് കിട്ടാൻ വേണ്ടി 4 കിറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിറ്റ് കൊടുക്കണം നമ്മുടെ കയ്യിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാവും? ശരിക്കും ഗവേണൻസ് ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ആ പെൻഷൻ ഈ ഇലക്ഷൻ വരുമ്പോൾ 1500 പെൻഷൻ 2000 ആക്കി മാറ്റുന്നു. നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ പരിപാടികള്. അതായത് ഈ കൃഷി ചെയ്യുന്നവർക്ക് 6000 രൂപ വെച്ച് കൊടുക്കാമെന്ന് ആശാൻ താടിയൊക്കെ വെച്ചിട്ട് ചെങ്കോട്ടയിൽ നിന്ന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപന 6000 രൂപ. ഈ 6000 രൂപ എവിടുന്ന കൊടുത്താൽ അദ്ദേഹത്തിന് വീട്ടിൽ നിന്നാണോ? അദ്ദേഹത്തിന് സ്വന്തം വരുമാനവും ഇല്ല, വീടും ഇല്ല, നാടും ഇല്ല, ഒന്നും ഒരു മനുഷ്യനാണ്. എവിടുന്ന കൊടുക്കുക? നമ്മുടെ കയ്യിൽ നിന്നല്ലേ കൊടുക്കണേ. ഹലോ, സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് മനസ്സിലാക്കിയാലേ ടാക്സ് കൂട്ടണോ കുറയ്ക്കണോ, എല്ലാവരും ടാക്സ് അടയ്ക്കണോ, ഈ സിസ്റ്റം മാറണോ എന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയത് പഠിക്കാൻ പറ്റില്ല. അതാണ് കോമൺ സെൻസ് വേണം. നമ്മൾ കോമൺ സെൻസ് വെച്ചാണ് ഇത് പഠിക്കാൻ. അല്ലാണ്ട് നമ്മൾ ഇമോഷൻ വെച്ച് പഠിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടാവും, സാർ പറഞ്ഞാൽ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ കൊണ്ടിട്ട് കാര്യമില്ല, അതാണ് ശരി, വേറെ വഴിയില്ല. കാരണം ഇഫ് യു വാണ്ട് ടു ഗീവ് അൺവാണ്ടഡ് ബെനിഫിറ്റ്സ് ടു പീപ്പിൾ യു നീഡ് ടു ഇൻക്രീസ് ദ ടാക്സ്. അത് ഒന്നുകിൽ പ്രോഡക്റ്റിൽ ടാക്സ് കൂട്ടും, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൂട്ടും. ഇത് രണ്ടും ജനങ്ങൾക്കെതിരാണ്. കർണാടകയില് പെണ്ണുങ്ങൾക്ക് ബസ്സിൽ ഫ്രീ. സിദ്ധരാമയ്യ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് കൊടുത്തത് ആണോ? അല്ല.
ഒരു മാസം 300 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കുകയാണ് KSRTCക്ക് അവിടുത്തെ. അതെന്തിനാ ചെയ്യണേ? വൈ? യു ആർ ഡിസ്ക്രിമിനേറ്റിംഗ് men and women. You are discriminating. The government is discriminating between people. അല്ല ചെയ്യണേ? ഈ പൈസ കൊടുത്താ കൊടുക്കണേ? ഇലക്ട്രിസിറ്റി ബില്ല് കൂടി, വെള്ളത്തിന് ബില്ല് കൂട്ടി, ബാക്കിയുള്ളതൊക്കെ കൂട്ടി. ഫിനിഷ്ഡ്. അപ്പോ ഫ്രീബീസ് വെറുതെ കൊടുക്കുന്നതൊന്നും വെറുതെ അല്ല. അത് ജനങ്ങൾക്ക് ഈ പറയുന്നവനും സ്റ്റേജിൽ കയറി പറഞ്ഞാൽ മതി. അത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് സ്റ്റേജിൽ കയറി പറഞ്ഞാൽ മതി. ദാറ്റ് ഇൻക്രീസസ് ടാക്സേഷൻ. സോ ഓൾ ദീസ് മണി ഗോസ് ഫ്രം ടാക്സ്. മോഡേൺ സൊസൈറ്റി സെക്യൂരിറ്റി സിസ്റ്റംസ് ഇന്നും എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ സിസ്റ്റം എന്താണ്? ലോകത്തെ സോഷ്യൽ സിസ്റ്റം പാവപ്പെട്ടവരെ സഹായിക്കുക, അവശരെ സഹായിക്കുക, ആവശ്യക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പണം അവർ ആർക്കെടുക്കുന്നു? കൂടുതൽ വരുമാനമുള്ള ആൾക്കാരെ, കൂടുതൽ വിലയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരിൽ നിന്നും എടുക്കുന്നു. അതിനാണ് നമ്മൾ ടാക്സേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ മിലിറ്ററി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യുദ്ധം നടത്തുന്നതിന് വേണ്ടിയിട്ടോ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ, ഇപ്പൊ കോവാക്സിൻ നമ്മൾ ഇന്നലെ പറഞ്ഞു, കോവിഷീൽഡും കോവാക്സിനും ഒക്കെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തു. അതിന്റെ പണം ആരാ കൊടുത്തത്? നമ്മുടെ രാജ്യത്തിനാണ് കൊടുത്തത്. നമ്മുടെ ടാക്സിന്റെ പൈസ കൊണ്ടാണ് കൊടുത്തത്. എനിക്ക് അഭിമാനിക്കാം, ഞാനാ കൊടുത്തത് എനിക്ക് പറയാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ടാക്സ് ആവശ്യമാണ്. ഇന്നത്തെ സ്ഥലത്ത് ടാക്സ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് പണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ എന്താണ്? റെഡ്യൂസ്ഡ് ഡിമാൻഡ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ദ സൊസൈറ്റീസ് ഓഫ് കൺട്രീസ്. ഇത് എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ മുൻധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. വെറുതെ കുറച്ച് പൈസ ഗവൺമെന്റിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഉദാഹരണം ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസത്തിന് കഴിവില്ലാത്ത ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി അവരെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്കും ടാക്സ് കൊടുക്കാനുള്ള കഴിവുണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ കഴിവ് കൊടുക്കുകയാണെങ്കിൽ എന്താവും? ടാക്സ് കുറയും. ഇതും കൂടെ ഇന്നത്തെ ഉദ്ദേശമാണ്. നമ്മളെ നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് രണ്ട് ആസ്പെക്ട് മനസ്സിലാക്കണം. See, if I am paying tax that has been used for education, then what will happen? That educated people will earn income and they will start paying tax. Then automatically that income of the government will increase and the government will reduce tax percentage. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മുടെ ഉണ്ടാകുന്ന വരുമാനത്തിന്റെ ഒരു certain percentage നമ്മൾ ആർക്ക് കൊടുക്കുമായിരുന്നു? ഗവൺമെന്റിന് കൊടുക്കുമായിരുന്നു. ഇന്ന് അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ചെലവിനുള്ള പണം കൊടുക്കുക എന്നതിലുപരി എന്നുണ്ടാകുന്നു നമ്മുടെ നാട്ടിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടാക്സേഷൻ എന്തൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു? ഒന്ന്, രാജ്യത്തിന് മുമ്പിൽ വരുന്ന അൺഎംപ്ലോയ്മെന്റ് പ്രശ്നങ്ങൾ, ജോലിയില്ലായ്മ പ്രശ്നങ്ങൾ, ഇത് ഇല്ലാതാക്കാൻ ആര് സഹായിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ ജീരാംജി അല്ലെങ്കിൽ ജീരാംജിയോ ആദ്യത്തെ സാധനം ആർക്ക് പറയാൻ പറ്റും? ജി റാംജി. ഐ വാണ്ട് ടു നോ. ഇതൊക്കെ മനഃപൂർവ്വം ചോദിക്കണമെന്ന് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ദിവസം 4 ടോപ്പിക് കണ്ടുപിടിച്ച് വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ. എന്നിട്ട് നിങ്ങൾ ഒരു കൊല്ലം മുഴുവൻ എൻ്റെ മുമ്പിൽ തോൽക്കും. എന്താ എൻ്റെ ശരണ? ജി രാംജി പറയൂ എന്താണെന്ന്. എനിബഡി ഇന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ ഇതിന് ഉത്തരം പറയുന്ന ആൾക്ക് ഞാൻ ഒരു കിറ്റ്കാറ്റ് തരും. കിറ്റ്കാറ്റാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. അത് പറക്കാണെന്ന് എനിക്കറിയില്ല. സംതിങ് ഈസ് ദെയർ വിത്ത് മീ. പറഞ്ഞോളൂ. എനിബഡി. അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നന്നെന്ന് ഉത്തരം. ജി റാംജി. സാർ എന്താ ഈ പറയുന്നത്? രാമനും കൃഷ്ണനും ഗോവിന്ദനും ഗോപാലനും. അപ്പൊ ആ ചോക്ലേറ്റ് ഞാൻ തന്നെ കഴിച്ചേക്കാം. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല, എന്നാലും ഞാൻ കഴിക്കാനോ, വേറെ വഴിയില്ല. നിങ്ങൾക്ക് വേണ്ട. ജി റാംജി എന്ന് പറയുന്നത് റോട്ടിൽ പുല്ല് പറിക്കണതിന്റെ പുതിയ പേരാണ്. അതേതാ? റോട്ടിൽ പുല്ല് പറിക്കുന്നത് ഏതാ? പറ. തൊഴിലുറപ്പ്. MNREGA. MNREGAയുടെ പേരാണ്, പുതിയ പേരാണ് ജി റാംജി. ഇതൊക്കെ നീയൊക്കെ അറിയണ്ടേടാ. ജി റാംജി. ഇത് ജി റാംജി ഒരു രാമനായിട്ടൊരു ബന്ധമില്ല കേട്ടോ. 3 വാക്കുകളുടെ പേര് അക്ഷരം വെച്ചിട്ട് അവർ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. MNREGAയുടെ പേര് മാറ്റി. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കിയെന്നും സ്റ്റേറ്റിന് ലയബിലിറ്റി കൂട്ടിയെന്നും അതുവഴി തൊഴിലുറപ്പിൽ ഗവൺമെന്റ് കൈ കടത്തുന്നു എന്നും ഒക്കെ രാഷ്ട്രീയക്കാർ നിലവിളിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ MNREGA എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഒരു വർഷം 10,000 കോടി രൂപ നമ്മുടെ ടാക്സിൽ നിന്ന് കൊടുത്ത് പുല്ല് പറിക്കാൻ വിടുക. എന്നിട്ടാണ് ആ ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നിട്ടേ
രാവിലെ 9:30 വരും. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി 10:15 ഇറങ്ങും. 10:45 ചായ കുടിക്കും. 11 റെസ്റ്റ് എടുക്കും. 12:15 വീണ്ടും റെസ്റ്റ് എടുത്ത് വീട്ടിലേക്ക് പോകും. 4 മണിക്ക് വരും. 10 മിനിറ്റ് പണിയെടുത്ത് ചായ കുടിക്കാൻ 2 വർത്താനം പറയും. പോകുമ്പോൾ വീട്ടിലത്തെ വറകും കൊണ്ട് പറക്കിയിട്ട് 5 മണിക്ക് അവർ വീട്ടിലേക്ക് പോകും. കണ്ടിട്ടില്ല? അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊരു ടീമായിട്ട് അല്ലേ? കേരളത്തിൽ തന്നെയല്ലേ നിങ്ങളൊന്നും? ഒരു ടീമായിട്ട് 60 വയസ്സ് എന്ന് പറഞ്ഞിട്ട് 85 വയസ്സായ ചേച്ചിറക്കാനും നടക്കാൻ വയ്യാത്ത ചേട്ടനും ചേച്ചി കിടക്കാൻ അങ്ങനെ പോകുന്നുണ്ടാവും. എൻ്റെ വീട്ടിലെ 1 ഏക്കർ 30 സെന്റ് റെക്കോർഡാ. 1 ഏക്കർ 30 സെന്റ് സ്ഥലമുള്ളൂ. ഇവിടെ 28 ആള് 45 ദിവസം. എത്ര ആള്? 28 ആള്. എത്ര ദിവസം? 45 ദിവസം. ആലോചിച്ചോ എത്ര പൈസ ചെലവാക്കിയ ഗവൺമെന്റ് എന്ന്. ഞാൻ പറഞ്ഞു മെമ്പറോട്, എനിക്ക് വേണ്ട. അല്ല രാജീവേട്ടാ, പണി തരും, ഞങ്ങൾക്ക് ജീവിച്ചു പോണ്ടേ. അങ്ങനെ ഇവരെങ്ങാനും നമ്മുടെ വീട്ടിൽ അടിച്ചോരം പോയി വിളിച്ചവർ വരൂല. തിരക്കാണ്, തൊഴിലുറപ്പുണ്ടോ, ഞാൻ വരില്ല പറയും. അതേസമയം അവര് വന്ന് പറയല്ലേ, നിങ്ങൾ ഒരു പണി നമുക്ക് ഇവിടെ കൊടുത്താ പറഞ്ഞത്, ഒരു പണി തരും നിങ്ങൾ പ്ലീസ്. എന്താ നിങ്ങൾ ഇങ്ങനെ പറയണം? നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടുന്ന പണി കിട്ടുക? 10-25 ആളുടെ അന്നത്തിന്റെ കാര്യമില്ല രാജീവേട്ടാ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ തെങ്ങ് വാഴ പറയ്ക്കുന്നു, കപ്പ പറയ്ക്കുന്നു, അവർ കൊണ്ടുപോകുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാർ. അവസാനം ഈശ്വര ദൈവമേ, ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു, ഒരു മാധ്യമം അതൊന്നും നോക്കിയില്ല, ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. തെമ്മാടിത്തരം അല്ലോടൊക്കെ അല്ലേ? ആണ്. ഇതിന്റെ ഫുള്ള് പൈസ ആരാ കൊടുത്തിരുന്നേ? സെൻട്രൽ ഗവൺമെന്റ്. എന്നിട്ട് ഈ തൊഴിലുറപ്പുകാരാണ്, ഏത് പാർട്ടിയാണോ ആ സമയത്ത് ഭരിക്കുന്ന, അവരുടെ പരിപ്പ് വടയും ചായയും ബിരിയാണിയും കഴിക്കാൻ പോയതില്ല. നിങ്ങളുടെ നാട്ടിലെ പാർട്ടികളിൽ ഏത് പാർട്ടിയാണെങ്കിലും അവിടുത്തെ മീറ്റിങ്ങിന് പോയിരുന്ന 4 തൊഴിലുറപ്പുകാരാണ്. MNR മാറ്റി. ഇനി 4 ഏരിയയിലെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. പൈസ ഒന്നും മാറ്റില്ല, പൈസയൊക്കെ കൂട്ടി. 4 ഏരിയയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. 40% പൈസ ആര് കൊടുക്കണം? സ്റ്റേറ്റ് കൊടുക്കണം. 60% പൈസ മാത്രമേ സെൻട്രൽ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് റാംജി. മനസ്സിലാക്കി വെച്ചോട്ടാ. ഇതൊക്കെ നിങ്ങൾക്ക് എന്തിനാ അറിയണമെന്നറിയോ? നാളെ ടുമോറോ മോർണിംഗ് ഇഫ് യു ടേക്ക് IRS, ഞാൻ പറയാൻ പോണ്ട് IRSനെ കുറിച്ച്. ഇന്ത്യൻ റവന്യൂ സർവീസ്, IAS, IPS, IFS, ICS, ISS, IRS, ഇങ്ങനത്തെ കുറെ സിവിൽ സർവീസുകളുണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ പോയാൽ നിങ്ങൾ എവിടെ പോകും? നിങ്ങൾ ഇൻകം ടാക്സിലോ അല്ലെങ്കിൽ SFIO എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലൊക്കെ പോകും. അപ്പൊ നിങ്ങൾക്ക് അറിയണം എവിടെയാണ് ഗവൺമെന്റിന്റെ പൈസ നഷ്ടപ്പെടുന്നത്. ഇപ്പൊ തൊഴിലുറപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ ചെറിയൊരു വെള്ളരി പറ്റുന്നില്ലേ? കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുത്താൽ ഇനി നമ്മുടെ ടാക്സ് കൂടുമെന്നൊരു തോന്നൽ വരുന്നില്ലേ? അത്രയേ ഉള്ളൂ സംഭവം. അത് ശരിക്കും ഉപയോഗിച്ചിരുന്നെങ്കിലോ? പ്രോപ്പർ യൂട്ടിലൈസേഷൻ, അൺഎംപ്ലോയ്മെന്റ് ഇല്ലാണ്ടാക്കും. അതിന്റെ പർപ്പസ് വാസ് ടു റിമൂവ് അൺഎംപ്ലോയ്മെന്റ്, ഗിവ് എംപ്ലോയ്മെന്റ് ടു പീപ്പിൾ. 100 ഡേയ്സ് ജോലി കൊടുക്കാം. അത് 125 ഡേയ്സ് ആക്കിപ്പോ. പക്ഷെ ഈ 125 ഡേയ്സ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നെങ്കിലോ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യം എവിടെ എത്തിയിട്ടുണ്ടാവും? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇതുണ്ട്. ഇവര് പണിയെടുക്കുമ്പോൾ ഇന്നിപ്പോ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ അവരെന്തൊക്കെയാ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് മാപ്പ് ചെയ്യണം, അവിടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനത്തെ കുറെ കഥകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതിൽ there are lot of improvement chances. Otherwise what will happen? This money is going to unwanted people for unnecessary thing. എനിക്കൊന്നും പണി തരരുത്. ഞാൻ അതാ പറയാം എപ്പോഴും, ഡോണ്ട് ഗീവ് മീ ദാറ്റ് വർക്ക്. എനിക്ക് വേണ്ടത്. ഞാൻ ഇതേ പണി 2 പേരെ കൊണ്ട് 4 ദിവസം കൊണ്ട് ചെയ്യിപ്പിക്കും. യു ആർ സ്പെൻഡിങ് മണി. ഗവൺമെന്റിന് എത്ര ലക്ഷം രൂപ നിങ്ങൾ ചുമ്മാ സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കോട്ടോ. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് അതിന്റെ ട്രാജഡി. ടാക്സിന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? എന്താ? അൺഎംപ്ലോയ്മെന്റ് ഇല്ലാണ്ടാക്കാൻ, ഇൻഫ്ലേഷനെ ഒഴിവാക്കാൻ, ഡിപ്രഷനെ ഒഴിവാക്കാൻ. എന്താ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല്? നമുക്കുണ്ടാവുന്ന ഡിപ്രഷൻ അല്ല പറയണത്, നാണ്യ ചുരുക്കം, നാണ്യപ്പെരുപ്പം, ഇതിലൊക്കെ സഹായിക്കാൻ ടാക്സ് സഹായിക്കുന്നു. ടാക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഒന്ന്, ടാക്സ് ഇക്വിറ്റി ആണ്. എന്താണ് ഇക്വിറ്റി ആയിരിക്കണം? എന്താ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി പറഞ്ഞാൽ സമാനമായിരിക്കണം, എല്ലാവർക്കും ഒരേപോലെ, സമത്വം എന്നൊക്കെ പറയില്ലേ, ഒരേപോലെ ആയിരിക്കണം. ഷുഡ് ബി ബേസ്ഡ് ഓൺ എബിലിറ്റി ടു പേ. അതായത് നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കണം എന്ത്? ടാക്സ് എന്ന് പറയാം. ടാക്സ് ഒരിക്കലും എന്താണ് കഴിവില്ലാത്തവനിൽ നിന്ന് പിടിച്ചെടുക്കുന്നതായിരിക്കരുത്. നിങ്ങളുടെ ഏണിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കണം ടാക്സ് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഒരു സെർട്ടനിറ്റി ഉണ്ടായിരിക്കണം. എന്താ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാല്? വരുമാനം ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയണം അതിന് എത്രമാത്രം ടാക്സ് കൊടുക്കണമെന്ന്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ടാക്സ് അത് സെർട്ടൺ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി
ക്ലിയർ. ഇറ്റ് ഷുഡ് ബി ക്ലിയർ. ദെൻ ഇറ്റ് ഷുഡ് ബി ഇക്കണോമിക്. എന്താണ് ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ? ഇക്കണോമി കളക്ടിങ് ടാക്സ് ഷുഡ് ബി ഈസി. ഏതാണ് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയ ടാക്സ് അനുശ്രീ? ഡയറക്ട് ടാക്സ് ആണോ ഇൻഡയറക്ട് ടാക്സ് ആണോ? ഏറ്റവും എങ്ങനെയത് എന്ത് ഈസി? എങ്ങനെയത്? ഏതാണ് ഗവൺമെന്റിന് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടാക്സ്? ഡയറക്ട് ടാക്സ് ആണോ ഇൻഡയറക്ട് ടാക്സ് ആണോ? അവളോട് തെറ്റിക്കട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ഈസി കളക്ട് ചെയ്യാൻ ഡയറക്ട് ടാക്സ് ആണോ? നമുക്ക് ഇൻഡയറക്ട് ടാക്സ് ആക്കാം. സർ വേറെ ഒരു ടാക്സ് കൂടി തരുമോ? മൂന്നാമത്തെ അതുകൂടി പറയാറുണ്ട്. ഇൻഡയറക്ട് ടാക്സ് ആണ് ഏറ്റവും ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഗവൺമെന്റിനെ. നിങ്ങൾ പോയിട്ട് പാർലേജി വാങ്ങുമ്പോൾ, എനിക്കിഷ്ടം പാർലേജി, അവിടെ എപ്പോഴും പാർലേജി ഞാൻ പറയും കേട്ടോ. പാർലേജി വാങ്ങുമ്പോൾ ടാക്സ് ഉണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ടാക്സ് കൊടുക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? വാങ്ങി കൊടുക്കുന്ന ടാക്സ് ഗവൺമെന്റിന് കിട്ടിയോ? അതേസമയം ഇൻകം ടാക്സ് ആണെങ്കിലോ ശമ്പളം കിട്ടിയോ, കണക്ക് കാണിക്കേ, കള്ളന്മാർ കൊടുക്കൂല, അവരെ അക്കൗണ്ട് ചെക്ക് ചെയ്യണം, എക്സ്പെൻഡിച്ചർ ചെക്ക് ചെയ്യണം, ഡെബിറ്റ് കാർഡ് ചെക്ക് ചെയ്യണം, ഗൂഗിൾ പേ ചെക്ക് ചെയ്യണം. ഭയങ്കര ഗതികേടല്ലേ? അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വരുമാനത്തെക്കാട്ടിലും കൂടുതൽ ചെലവുണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇക്കണോമിക്കൽ ടു കളക്ട് ടാക്സ്. നല്ല ഒരു ടാക്സ് സിസ്റ്റം എങ്ങനെ ആയിരിക്കണം? അയാളുടെ വരുമാനത്തനുസരിച്ച ടാക്സ് ആയിരിക്കണം, അയാളുടെ എബിലിറ്റി ടു പേ. അതുപോലെ രണ്ടെന്താണ്? അത് സെർട്ടൺ ആയിരിക്കണം. 3 അത് കളക്ട് ചെയ്യാൻ സുഖമുണ്ടായിരിക്കണം. 4 ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആയിരിക്കണം. എന്താണ്? ഒരു നാഷണലിന്റെ ഇൻകം ലെവലിനനുസരിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ലെവൽ അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതായിരിക്കണം. എന്ത്? ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് കൺവീനിയന്റ് ആയിരിക്കണം. ഇത് ടാക്സ് കളക്ട് ചെയ്യാൻ ഗവൺമെന്റ് കൺവീനിയന്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വളരെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ടാക്സ് കട്ട് ചെയ്തിട്ട് ശമ്പളം കിട്ടുള്ളൂ. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ല. 100 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ 60 രൂപയെ കിട്ടുള്ളൂ. 40 രൂപ ഗവൺമെന്റ് എടുക്കും, എന്നിട്ടേ തരുള്ളൂ. നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മൾ ശമ്പളം കിട്ടി പുട്ടടിച്ച് ലോൺ എടുത്ത് ടാക്സ് അടയ്ക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൺവീനിയന്റ് ആയിരിക്കണം. ടാക്സ് കളക്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ. ടാക്സേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പാവപ്പെട്ടവർക്ക് പണക്കാരിൽ നിന്നും പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്. അല്ലെങ്കിൽ പണക്കാരിൽ നിന്നും പണം കളക്ട് ചെയ്തിട്ട്, വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആ പണം പാവപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊരു ഒബ്ജക്റ്റീവ് കൂടെ ആർക്കുണ്ട്? ടാക്സിനുണ്ട്. അതൊരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഇപ്പോൾ റിലയൻസ് എത്രമാത്രം ടാക്സ് അടയ്ക്കുന്ന ഒരു വർഷം? 29,000 കോടി രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ട്. വെറുതെ ആ ചങ്ങായിമാരെ അയാൾ ഭാര്യയും മക്കളെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് സഹിക്കാത്തല്ല അവർ ചെയ്യണേ. അവർ കഷ്ടപ്പെട്ട് ആൾക്കാരിൽ നിന്ന് പണം വാങ്ങി ബിസിനസ് നടത്തി വിജയിച്ചിട്ട് 29,000 30,000 കോടി രൂപ ടാക്സ് ഇന്ത്യക്ക് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ 30,000 കോടി രൂപയിൽ നമ്മുടെ റോഡ് ഉണ്ടാവണേ. അക്ഷയ് കുമാറിന്റെ സിനിമ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇഷ്ടമല്ലെങ്കിൽ പോയി കാണും. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന സിനിമ നടനാണ്. 400 കോടി 300 കോടിയൊക്കെ ടാക്സ് കൊടുത്ത വർഷം കൊണ്ടാണ്. അമിതാഭ് ബച്ചൻ. So all these people, they are rich people. They are earning lot of money, and those people, from their money, they are giving tax, and that tax is used for the development of the poor. Then flexible. എന്താണ്? നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആയി. എന്താ ഫ്ലെക്സിബിൾ പറഞ്ഞാൽ? മാറ്റാൻ പറ്റുന്നതായിരിക്കണം. ദെൻ നോട്ട് ടു ഡിസ്കറേജ് വർക്ക് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ടാക്സ് ഒരിക്കലും ആൾക്കാരെ ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായിരിക്കരുത്. ടാക്സ് കൂടിയാൽ നീ പണിയെടുക്കണ്ട നമുക്ക് തോന്നി, എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് പണിയെടുക്കാനുള്ള പൈസ മുഴുവൻ ഗവൺമെന്റ് കൊണ്ടുവല്ലേ എന്നൊരു തോന്നല് ഉണ്ടാക്കാനും പാടില്ല. ടാക്സ് ഈസ് കമ്പൽസറി. ടാക്സ് ഈസ് ആൾവേസ് കമ്പൽസറി. ഇതൊരിക്കലും വളണ്ടറി അല്ല. വേണമെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞ ടാക്സ് ഇല്ല. ടാക്സ് ഈസ് കമ്പൽസറി. യു ഹാവ് ടു പേ. നമ്മൾ പറയുകയാണ്, ഒരു പാർലേജി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മസാല ദോശ വാങ്ങുമ്പോൾ ഞാൻ ടാക്സ് തരില്ല കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി ശമ്പളമുള്ള ആൾ, അയാൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം ടാക്സ് കൊടുക്കാണ്ടാത്ത എമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ വരുമാനം ഉണ്ടെങ്കിലോ അത് ടാക്സ് കൊടുത്തേ മതിയാവും. ടാക്സ് ഈസ് കമ്പൽസറി. ഇറ്റ് ഈസ് നോട്ട് വളണ്ടറി. ടാക്സ് ഈസ് കോൺട്രിബ്യൂഷൻ. ടാക്സ് എന്താണ്? നമ്മുടെ ഗവൺമെന്റിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ടാക്സ്. ടാക്സ് കൊടുക്കുന്നത് നല്ലതാണ്. 3 ടാക്സ് ഈസ് ഫോർ പബ്ലിക് ബെനിഫിറ്റ്. ടാക്സ് പലപ്പോഴും അവനാന് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ജനങ്ങൾക്ക് സാധാരണക്കാരന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ്. ടാക്സ് ഈസ് നോട്ട് ഫോർ മൈ ബെനിഫിറ്റ്. ടാക്സ് മേ ബി ഫോർ പബ്ലിക് ബെനിഫിറ്റ്. ദെൻ ടാക്സ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് ഇൻകം ഓഫ് ദ ടാക്സ് പെയർ. ടാക്സ് എവിടെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്? ഇൻകത്തിന്. എല്ലായിടത്തും ഇൻകത്തിന് പറഞ്ഞുകൂടാ. നമ്മൾ കൺസംഷൻ ബേസ്ഡ് ടാക്സും ഉണ്ട്. ഇപ്പൊ GST ഒക്കെ എന്താണ്?
കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. സോ സാധാരണ ടാക്സ് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വരുമാനത്തിൽ നിന്നാണ്. ആ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വരുമാനത്തിൽ നിന്നാണല്ലോ നമ്മൾ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. സോ വരുമാനത്തിൽ നിന്നാണ് ടാക്സ് കൊടുക്കുന്നത്. ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ലിവി ടാക്സ്. ഓരോ രാജ്യത്തെയും നിയമവ്യവസ്ഥ പ്രകാരം ആ രാജ്യത്തെ നിയമം എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന് ടാക്സ് കളക്ട് ചെയ്യാൻ അനുവദിക്കുന്നു, അധികാരം കൊടുക്കുന്നു. ടാക്സ് ഈസ് നോട്ട് ദ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്. എനിക്ക് എന്ത് കിട്ടി എന്നതിന്റെ ചെലവല്ല ടാക്സ് എന്ന് പറയുന്നത്. എന്റെ നാട്ടിൽ റോഡ് ഇടാനല്ലല്ലോ ടാക്സ് വാങ്ങുന്നത്, ഞാൻ ടാക്സ് തരില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ടാക്സ് ഈസ് നോട്ട് ദ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്. എന്ത് ബെനിഫിറ്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയത് അതിന്റെ ചെലവല്ല കോസ്റ്റ്. ജനങ്ങൾക്ക് കിട്ടുന്ന കോമൺ ബെനിഫിറ്റിന്റെ കോസ്റ്റ് ആണ് ടാക്സ്. Then tax is for the economic growth and public welfare. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും പബ്ലിക് വെൽഫെയറിനും എന്താണ്? ടാക്സ് ആവശ്യമാണ്. നിങ്ങളുടെ നാട്ടിൽ BSNL ഉണ്ട്, നിങ്ങളുടെ നാട്ടിൽ എയർ ഇന്ത്യ ഉണ്ടായിരുന്നു, നിങ്ങളുടെ നാട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ONGC ഉണ്ട്, IOC ഉണ്ട്. ഇതിലൊക്കെ ആരാ മേജർ ഷെയർ ഹോൾഡർ? ഞങ്ങളാ, നമ്മളാ, ആരാ? ജനങ്ങളാ. കാരണം ജനങ്ങളിൽ നിന്ന് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത പൈസ ഗവൺമെന്റുകൾ എന്ത് ചെയ്തു? ഇത് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ വരുമാനം, ആ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചതെങ്കിൽ നമ്മുടെ വരുമാനം, നമ്മുടെ പൈസയാണ് നമ്മളാണ് ഒരു ഷെയർ ഹോൾഡർ. ശരിക്കും നമ്മൾക്ക് വേണ്ടി ആര് ഷെയർ ഹോൾഡ് ചെയ്യുന്നു? ഗവൺമെന്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് ഇതിനെ ഒരു വലിയൊരു പിക്ചറിലേക്ക് കാണാൻ സാധിക്കും. ഒരു ടാക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടണം. ടാക്സ് ഇവേഷൻ ഉണ്ടാകാൻ പാടില്ല. ടാക്സ് ഇവേഷൻ അല്ലെങ്കിൽ അവോയ്ഡൻസ് രണ്ടും ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും ഉണ്ടായ എന്തുണ്ടാവുക? അടയ്ക്കുന്ന ആളുടെ ടാക്സ് കൂടുകയും അടയ്ക്കാത്തവൻ രക്ഷപ്പെടുകയും ചെയ്യും. ബ്ലാക്ക് മണി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മണി ലോണ്ടറിങ്, ബിനാമി ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം എന്താണ്? ടാക്സ് ഇവേഷനെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ക്ലയന്റിനെ ടാക്സ് വെട്ടിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി നിങ്ങൾ കുടുങ്ങൂട്ടാ. PMLA പ്രകാരം 150ഓളം കമ്പനി സെക്രട്ടറീസ് അതിന് കേസ് ഇറക്കുന്നുണ്ട്. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം, അതായത് ടാക്സ് വെട്ടിക്കാൻ സഹായിക്കാൻ പാടില്ല. അഥവാ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാരും അറിയാനും പാടില്ല. ഒബ്ജക്റ്റ് അള്ളവരിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാം. കക്കാൻ അറിയണം, കക്കിട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ അറിയണം, അല്ല ഇവനെ കക്കരുത്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? എൻഡ് ഓഫ് ദ ഡേ നമുക്കൊന്നും മഹാത്മാഗാന്ധി ആവാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരാളില്ല കേട്ടോ. അങ്ങനെ ഒരാളാവാൻ പറ്റില്ല, പെർഫെക്റ്റ് ഒരാളാവാൻ പറ്റില്ല. പറ്റുമോ നമുക്ക്? വി കാൻ ബി പെർഫെക്റ്റ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ തെറ്റുകൾ ചെയ്യാതിരിക്കുക. ഇനി തെറ്റ് ചെയ്തു എങ്കിൽ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളെ പിടിക്കാത്ത രീതിയിൽ രക്ഷപ്പെട്ടു പോകാൻ നമുക്ക് അറിഞ്ഞോളാം. അല്ലെങ്കിൽ നമുക്ക് എന്താവും? നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് കഷ്ടപ്പെട്ട് എടുത്തിട്ട് അവസാനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും മക്കളെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, ആ CS എന്നുള്ള പേര് കയ്യിൽ നിന്ന് മാറ്റിക്കോ, ഇനി വർക്ക് ചെയ്യണ്ടെന്ന് പറയും. നമ്മളെ ഡീബാർ ചെയ്യും, റിമൂവ് ചെയ്യും നമ്മുടെ പേര് മെമ്പർഷിപ്പ് രജിസ്റ്ററിൽ. നല്ല പണിയൊന്നും എടുക്കരുത്. അപ്പോൾ ഒരു കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ അത് ആ കള്ളത്തരം ചെയ്താൽ നിൽക്കാൻ അറിയില്ലെങ്കിൽ കള്ളത്തരം ചെയ്യാതിരിക്കുക. അല്ലാണ്ട് വർക്ക് ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട്, അവിടെ അവസരങ്ങളിൽ വർക്ക് ചെയ്യുക. അതാ അനഘ. ടാക്സിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാ കൃഷ്ണവേണി? ഒന്ന്, ഗവൺമെന്റിന് റവന്യൂ ആണ്. ടാക്സ് എന്താണ്? ഇറ്റ് ഈസ് എ റവന്യൂ ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് കിട്ടുന്ന പണം മുഴുവൻ എവിടെ നിന്നാണ്? ടാക്സ്. എന്തൊക്കെ ടാക്സ് ഉണ്ട്? ഇൻകം ടാക്സ് ഉണ്ട് അല്ലേ, GST ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, അങ്ങനെ സകലകുലാതി ടാക്സ് ഉണ്ട്. ഈ ടാക്സ് എന്നൊക്കെയാണ് ആർക്ക് വരുമാനം കിട്ടുന്നത്? ഗവൺമെന്റിന് റവന്യൂ ജനറേഷൻ ഉണ്ടാകുന്നത്. രണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. കുറെ ആൾക്കാർ വരുമാനം ഉണ്ടാക്കുമ്പോൾ ഈ പണത്തിൽ നിന്ന് അവർ ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനും പണക്കാരനെന്നും പണക്കാരനും ഇൻകം വെൽത്ത് കോൺസെൻട്രേഷൻ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യും? പണം ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്നും അവരിൽ നിന്ന് ഒരു നികുതി, അവരുണ്ടാക്കുന്ന വരുമാനത്തിനനുസരിച്ച് ഒരു ടാക്സ് കളക്ട് ചെയ്യുകയും ആ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരന് വളരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നമ്മുടെ പല കാര്യങ്ങളും അടിപൊളിയാണേ. BPL കാർഡ് അടിപൊളിയല്ലേ? പാവം കഷ്ടപ്പെട്ട് ജീവിച്ചു പോണ ആൾക്കാർക്ക്, വരുമാനമില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണത്തിന് അരി ഫ്രീ കൊടുക്കുന്നു ഗവൺമെന്റ്. നല്ല പരിപാടിയല്ലേ? പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാ പ്രശ്നം. എന്താ? ഈ BPL വാങ്ങിയ അരിയാണ് നമ്മുടെ വീട്ടിൽ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി കൊടുന്നിരുന്നത്. കാരണം അവര് വാങ്ങണത് ആരാണ്? പൊന്നി അരിയും മട്ടരിയും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുക. തെറ്റല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അണ്ടർസ്റ്റാൻഡ്? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സിസ്റ്റം ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് ദ പ്രോബ്ലം. I am not against MNREGA or GRAMG. I am not against. I am definitely support it. It's a great thing actually. 125 ജോലി സാധാരണക്കാരന് കൊടുക്കല്ലേ?
പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിലെ പുല്ല് പറിക്കാനല്ല അത് കൊടുക്കേണ്ടതാണ്, അതിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിന് കൊടുക്കൂ. ഒന്നും വേണ്ട, 10 കിലോ പാവയ്ക്ക വാങ്ങിയിട്ട് കൊണ്ടാട്ടനാക്കി വിൽക്കാൻ പറയുവരോട്. എന്നാ പാവയ്ക്ക ഉണ്ടാക്കുന്നവനും ഗുണമുണ്ട്, വിൽക്കുന്നവനും ഗുണമുണ്ട്, അവർക്കും ഗുണമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഇംപ്ലിമെന്റേഷൻ ഇസ് ദ പ്രോബ്ലം. ഇതൊക്കെ എന്തിനാ ഞാനിവിടെ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നാളെ ഇതുപോലത്തെ ഒരു കമ്പനി, ഞാൻ അന്നേ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഹൂസ് യുവർ CFO? രാജ്യത്തിന്റെ CFO ആരാ? നിർമ്മല സീതാരാമൻ അല്ലേ? നാളെ നിങ്ങൾ പോകുന്ന കമ്പനിയിലെ CFO ഇങ്ങനത്തെ കുറെ കണക്ക് കൊണ്ടുവരും. ആ കണക്കുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായാലും മസ്ക് അടിച്ച് ഇതൊക്കെ സമ്മതിപ്പിക്കും. ഇതുവഴി കമ്പനിയുടെ പൈസ മുഴുവനും വെറുതെ പോകുന്നുണ്ടാവും. ഇതുവഴി കമ്പനി പൂട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം എവിടെ? നിങ്ങൾക്കേ ഉത്തരവാദിത്വമുള്ളൂ. സാറേ പുല്ല് പറിക്കാൻ പൈസ കൊടുക്കല്ലേ സാറേ? കോഴിക്ക് അരി കൊടുക്കാൻ വേണ്ടി അരി കൊടുക്കല്ലേ സാറേ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ? നിങ്ങളുടെ കമ്പനിയിലെ ഈച്ച് പെനി അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ഉപദേശിക്കാൻ അധികാരമുള്ള ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ഉപദേശത്തിനനുസരിച്ചാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുക. ഇഫ് യു ആർ എ ഗുഡ് കമ്പനി സെക്രട്ടറി, even on matters on financial investment, the board of directors will consult you. നിങ്ങളോടാ ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് വലിയൊരു റോളുണ്ട്. ഇത് തമാശയ്ക്ക് വേണ്ടിയിട്ടോ ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയിട്ടോ ഒന്നല്ല ഈ പറയണത്. ഇത് പറയണത് നിങ്ങൾക്ക് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണം. ടുമോറോ മോർണിംഗ് യു ഹാവ് എ CFO at your company and that CFO comes up with a budget that is a faltu budget and he is getting the directors approval for that. It is your duty to advise and don't do this. You have a responsibility to play. മനസ്സിലാവുണ്ടോ? ദേവന് നമുക്ക് റോളുണ്ട് അതിൽ പ്ലേ ചെയ്യാൻ. അതാണ് ഞാൻ ഈ പറയണത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് എക്സാമ്പിൾസ് പറയണത്. അതുകൊണ്ട് ഞാനിതിന് എതിരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കട്ടെ. ഞാൻ എതിരൊന്നുമല്ല, അതൊക്കെ നല്ലതാ. പക്ഷെ അതിന് ഇംപ്ലിമെന്റേഷൻ വളരെ പ്രോപ്പർ ആയിരിക്കണം. പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഉണ്ടെങ്കിൽ എല്ലാ സിസ്റ്റവും, ഇപ്പം നിങ്ങളോട് പഠിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു, കടന്നുറങ്ങുന്നു, ദിവസം പഠിക്കുന്ന, തിരിച്ചു വരുന്നു, പരീക്ഷ തോൽക്കുന്നു, ഇംപ്ലിമെന്റേഷനല്ലേ പ്രശ്നം? ദാറ്റ്സ് വാട്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. വരുമാനം ഉണ്ടാക്കുന്നവരിൽ നിന്നും പണം കളക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നു? പാവപ്പെട്ടവന് കൊടുക്കുന്നു. വെൽത്ത് സാധാരണ സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. നമ്മുടെ നാട്ടിലാകെ 4 മെട്രോപൊളിറ്റൻ സിറ്റി ഉള്ളത്. അതൊക്കെയാണ് ചെന്നൈ, കൽക്കട്ട, മദ്രാസ്, മുംബൈ അല്ലേ? ഇന്ന് ഈ 4 സിറ്റികളെക്കാട്ടിലും വലിയ സിറ്റികൾ ഉണ്ടായില്ലേ ഇന്ത്യയിലില്ലേ? ഉണ്ട്. ബാംഗ്ലൂര്, ഹൈദരാബാദ് ഒക്കെ ഇതിനെക്കാട്ടിലും വലിയ സിറ്റികളാണ്. മെട്രോപൊളിറ്റൻ എന്നുള്ള പേരില്ലെങ്കിൽ പോലും അത് സിറ്റികളാണ്, വലിയ സിറ്റികളാണ്. അതെങ്ങനെ ഉണ്ടാവുന്നത്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ആ പണക്കാർ മുഴുവൻ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നുണ്ടാകുന്ന പണം കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ പേപ്പർ വായിച്ചാൽ കാണാം, ദാവോസിൽ ആന്ധ്രക്കാരന് കുറെ കോൺട്രാക്ട് കിട്ടുന്നു, തെലങ്കാനക്കാരന് കുറെ കോൺട്രാക്ട് കിട്ടുന്നു, മഹാരാഷ്ട്രക്കാരന് കുറെ കോൺട്രാക്ട് കിട്ടുന്നു, മദ്രാസുകാരന് കുറെ കോൺട്രാക്ട് കിട്ടുന്നു, ഹരിയാനക്കാരന് കിട്ടുന്നു, ഉത്തർപ്രദേശുകാരന് കിട്ടുന്നു, വെസ്റ്റ് ബംഗാളിന് കിട്ടുന്നു. വേറെ ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടുന്നു. എന്താ കാര്യം? അവിടെ പോകുമ്പോൾ ആ കമ്പനികളൊക്കെ ഈ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നമുക്കില്ല കേട്ടോ, കേരളത്തിനില്ല, പേടിക്കണ്ട. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുന്നത്? വെൽത്ത് ഈസ് മൂവിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. അവിടെ ധാരാളം ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. സോ ടാക്സ് ഈസ് ഡെഫിനറ്റ്ലി ഹെൽപ്പിംഗ് ദ പുവർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ചെയ്യാൻ സഹായിക്കുന്നു. ഇതിനു വേണ്ടി ഗവൺമെന്റ് എന്താ ചെയ്യുക? ധാരാളം എങ്ങനെയായി ടാക്സ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക? ലക്ഷറി പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് ടാക്സ് കൂട്ടും. നിങ്ങൾക്കറിയാം, 4 മീറ്റർ വരെ നീളമുള്ള വണ്ടിക്ക് ഒരു ടാക്സും 4 മീറ്ററിനെക്കാട്ടിലും നീളമുള്ള വണ്ടിക്ക് വേറൊരു ടാക്സുമാണ്. 10 ലക്ഷം രൂപ വരെയുള്ള വണ്ടിക്ക് ഒരു ടാക്സും 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടിക്കും വേറൊരു ടാക്സാണ് കേട്ടോ. അപ്പോൾ ലക്ഷറി പ്രോഡക്റ്റുകളെ ഡിഫറൻ്റ് ആയിട്ട് ടാക്സ് ചെയ്യും. അതുവഴി കൂടുതൽ പണം ചെലവാക്കുന്ന ആൾക്കാരിൽ നിന്നും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യും ഗവൺമെന്റ്. 2, അപ്ലൈയിങ് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ഇൻ ലിവിങ് ടാക്സ് ഫ്രം ടാക്സ് പേയേഴ്സ്. എത്ര ബേസിക് എമൗണ്ട് ഓഫ് ടാക്സ്? നമ്മൾ എത്രയാ? 3 ലക്ഷം വരെ ഇല്ല, 7.5 ലക്ഷം വരെ ഇല്ല. അത് കഴിഞ്ഞാൽ 5%, 15% പ്രോഗ്രസീവ് സിസ്റ്റമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്താണ് പ്രോഗ്രസീവ് സിസ്റ്റം? വരുമാനം കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂട്ടുന്ന വരുമാനവും സിസ്റ്റവും ഗവൺമെന്റ് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ട്? പണക്കാരിൽ നിന്നും പണം കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇമ്പോസിഷൻ ഓഫ് ടാക്സ് എക്സംപ്ഷൻ ബേസിക് ഗുഡ്സ്. ജനങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് എന്തില്ല? ടാക്സ് ഇല്ലാതെ സിസ്റ്റവും കൊണ്ടുവരുന്നു. ദെൻ സോഷ്യൽ വെൽഫെയറിന് ടാക്സ് ആവശ്യമാണ്. സോഷ്യൽ വെൽഫെയറിന് ടാക്സ് ആവശ്യമല്ലേ? ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ ടാക്സ് ആവശ്യമാണ്. ആൻഡ് സേഫ്റ്റി ഓഫ് സൊസൈറ്റി ഫ്രം ബാഡ് ആൻഡ് ഇൻജൂറിയസ് കസ്റ്റംസ്. നമ്മുടെ നാട്ടിൽ ധാരാളം ആചാരങ്ങളുണ്ട്, തെറ്റായ ആചാരങ്ങൾ. ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജാതി മതം എടുക്കരുത് കേട്ടോ. ആചാരം എന്ന് പറഞ്ഞാൽ ശീലം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഉദാഹരണം, നമ്മുടെ നാട്ടിലെ ഈ ഇന്നത്തെ പണ്ടത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, കള്ളുടിക്കുക എന്നുള്ളതാണ്. ഇവർ കള്ളുടിച്ചാലും സിഗരറ്റ് വലിച്ചാലും ബീഡി വലിച്ചാലും നമുക്ക് അറിയാൻ പറ്റും.
കാരണം അവർ വരുമ്പോൾ തന്നെ അവർ ആ സ്പ്രേയുടെ സ്മെല്ലിങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇന്ന് അങ്ങനെയല്ല സിറ്റുവേഷൻ. ആണോ? അല്ല, ഇന്ന് വളരെ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ധാരാളം സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിന് മാറ്റം വരണ്ടേ? വേണം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമം, ഇത് മാറേണ്ടതല്ലേ? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സേഫ്റ്റി ഓഫ് സൊസൈറ്റിയെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ധാരാളം പണം ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നു. ദെൻ ഇക്കണോമിക് സിഗ്നിഫിക്കൻറ്റ് ഓഫ് ടാക്സസ്. സാമ്പത്തികമായ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ടാക്സിന്. കാരണം ഈ ടാക്സ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഇക്കണോമിക് ആക്ടിവിറ്റികൾ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എക്സാമ്പിൾ പറ. ശരിയല്ലേ? ഒരു രാജ്യത്തിലെ ടാക്സേഷൻ സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉപയോഗിച്ചിട്ട് ആ രാജ്യത്തെ ഇക്കണോമിക് ആക്ടിവിറ്റികൾ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഒരു എക്സാമ്പിൾ പറ. ഫാത്തിമ കാണാൻ പറ്റുമോ? നോക്കിയതാ ഫാത്തിമ പറ. എക്സ്പോർട്ട് ഇമ്പോർട്ടും ഗുഡ്. അതല്ലാണ്ട് വേറെ എനിബഡി അതർ ദാൻ ദിസ് ആസ് എ ഗുഡ് തിങ്. അതായത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയും എക്സ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയും. നമ്മുടെ നാട് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലാണ്, എക്സ്പോർട്ട് ഡ്യൂട്ടി കുറവാണ്. അത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും, കുറച്ച് ഇമ്പോർട്ട് ചെയ്യുള്ളൂ. എനിത്തിങ് അതർ ദാൻ ദിസ് കിട്ടും. ടാക്സ്, ഇക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ദ കൺട്രി, ഇതാണ് റിലേഷൻ. ഏഞ്ചല്, ആങ്കർ, ഇവിടെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിബഡി? സംയുക്ത ഉത്തരം പറഞ്ഞു. ടാക്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിലെ ബിസിനസ് കൂട്ടാനോ കുറയ്ക്കാനോ, ഇക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ് ആക്ടിവിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഉത്തരം സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചില ബിസിനസ്സുകളെ കൂട്ടാൻ വേണ്ടി ടാക്സ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാറുണ്ട്. എവിടെയാണ് അങ്ങനെ ടാക്സും കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്? എക്സാമ്പിൾ എനിക്ക് വേണ്ടത്. ഞാൻ ഒരു ഉത്തരം തുടങ്ങി, ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉത്തരം ഒരു ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാർട്ടപ്പ്, MSME, ഇതൊക്കെ വലിയ എക്സാമ്പിൾ അല്ലേ? സ്റ്റാർട്ടപ്പിന് ആദ്യത്തെ 10 വർഷത്തിൽ 3 വർഷം ടാക്സ് ഉണ്ടോ? ഇല്ല. അതുവരെ ബിസിനസ് കൂട്ടില്ലേ? 5 വർഷം അവർക്ക് ഷെയറിന്റെ ഡെപ്പോസിറ്റിന്റെ ഗൈഡ് ലൈൻസ് ബാധിക്കില്ല, അവർക്ക് പ്രശ്നങ്ങളില്ല. അതെന്തായിട്ട് കണക്കാക്കും? പിന്നീട് വേണമെങ്കിൽ കൺവേർട്ടബിൾ നോട്ടായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി ഇഷ്യൂ, അങ്ങനെ ധാരാളം MSMEക്ക് ധാരാളം ടാക്സ് ബെനിഫിറ്റുകളില്ലേ? അപ്പൊ ഈ ടാക്സ് മൈക്രോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പോൾ ടാക്സ് ബെനിഫിറ്റുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമുക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് കാരണമാകുന്നു. കാരണം ടാക്സ് കൂട്ടുന്നതനുസരിച്ചിട്ട് ടാക്സ് കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഇക്കണോമിക് ഡെവലപ്മെന്റിൽ ടാക്സേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കണം? ആരുടെ കയ്യിലാണോ കൂടുതൽ പണമുള്ളത് ആ പണത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് ചെയ്യുന്നതായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ബാങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് ഉണ്ട്. അത് 2500 കൂടുതൽ ഇൻട്രസ്റ്റ് വർഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ടാക്സ് ഉണ്ട്. അതേസമയം ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് 12% ടാക്സേ ഉള്ളൂ. സാധാരണ ടാക്സ് മാക്സിമം എത്രയാ? 30%. ഇവിടെ എത്രയാ? 12% ഉള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഇൻകം ടാക്സും ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സിലെ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനം? 30%. അതേസമയം ആ പണം ഞാൻ ബാങ്കിൽ ഇടാണ്ട് കയ്യിൽ വെക്കാണ്ട് ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 24 മാസം കഴിഞ്ഞിട്ടാണ് ആ ഷെയർ വിൽക്കുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ലാഭത്തിന് എനിക്ക് 12% ടാക്സേ ഉള്ളൂ. ഇക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കില്ലേ? ഈ ബാങ്കിൽ ഇടുന്ന പൈസയും കടക്കടയിൽ വെക്കുന്ന പൈസയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ മാർക്കറ്റിൽ കൊണ്ടിടും. ഷെയർ മാർക്കറ്റിൽ പൈസ എന്താ ഉണ്ടാവുക? കമ്പനികൾക്ക് പൈസ കിട്ടും. കമ്പനികൾ എന്താ ചെയ്യുക? ബിസിനസ് ഉണ്ടാക്കും. അതുവഴി എന്ത് കിട്ടും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും, GST കൂടും. എന്താ? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ടാക്സ് വളരെ ആവശ്യമാണ്. ദെൻ എൻകറേജിങ് ഗവൺമെന്റ് പോളിസികളെ എൻകറേജ് ചെയ്യും. ഗവൺമെന്റ് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യാൻ ഇത് സഹായിക്കും. നല്ലൊരു ടാക്സേഷൻ പോളിസി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കോവിഡ് സമയത്ത് കോവാക്സിനും കോവിഷീൽഡും കൊടുത്തു, ഫ്രീ ആയിട്ട് തന്നു. നമുക്ക് തന്നില്ലേ? 1, 2, 3 ഡോസ് തന്നു. ഈ ഡോസ് ഫ്രീ തന്നത് എന്തുകൊണ്ടാ?
ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണോ? അല്ല, നമ്മുടെ ടാക്സ് കൊണ്ട്. യു ഹാവ് എ ബെറ്റർ ടാക്സ് പോളിസി. വിത്ത് ദാറ്റ് യു ഹാവ് അക്യുമുലേറ്റഡ് ലോട്ട് ഓഫ് ഫോറിൻ റിസർവ്. സോ ദ മണി യു യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഓൾ ദീസ് ബെനിഫിറ്റ്. സോ ടാക്സ് ഒരു ഗവൺമെന്റ് പോളിസിയെ സഹായിക്കും. പുതിയൊരു ഗവൺമെന്റ് പോളിസി കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ടാക്സ് വേണം. ടാക്സ് ഇല്ലാണ്ട് കയ്യിൽ പൈസ ഇല്ലാണ്ട് സ്വർണ്ണമാണോ എന്ന് തീരുമാനിച്ചു കൊല്ല കാര്യമുണ്ടോ? ഇല്ല. സോ ഗവൺമെന്റ് പോളിസിയെ ഇത് സഹായിക്കുന്നു. ഇറ്റ് കാൻ എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഗവൺമെന്റ് പോളിസി ഉദാഹരണം നോക്കൂ, 30% MMR ഉള്ള ഇൻകം ടാക്സിൽ നിന്നും 12% MMR ഉള്ള ക്യാപിറ്റൽ ഗെയിനിലേക്ക് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താൽ എന്താണ്ടാവുക? ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും. എന്നാലും 20% നിന്നാണ് ക്യാപിറ്റൽ ഗെയിൻ 12% ആക്കിയത്. 20% 12. അപ്പൊ ഉദ്ദേശം എന്താ? നിർമ്മലാ സീതാരാമന്റെ ഈ പണം മുഴുവൻ എവിടേക്ക് ചെല്ലണം? ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ചെല്ലണം. അതിലെ ഉദ്ദേശം അതൊരു ഗവൺമെന്റിന്റെ പോളിസിയാണ്. രാജ്യത്തിലെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുക, അതുപോലെ സേവിങ്സ് വർദ്ധിപ്പിക്കുക. കൂടുതൽ വരുമാനം അവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ പണം ചെലവാക്കുന്ന സമയത്ത് നമ്മൾ ചെലവാക്കാതിരിക്കും. ആ പൈസയും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കാം. സേവിങ്സ് വർദ്ധിപ്പിക്കുക, കൺസംഷൻ വർദ്ധിപ്പിക്കുക. ടാക്സ് ഉദാഹരണം, കാറിന്റെ ടാക്സ് കുറച്ചു. നമ്മുടെ നാട്ടിലും ഓട്ടോമൊബൈലിന്റെ ടാക്സ് കുറച്ചില്ലേ? ഈ ടാക്സ് കുറച്ചപ്പോൾ എന്തുണ്ടായേ? കൺസംഷൻ കൂടി എന്തുണ്ടാവും? കൂടുതൽ സാധനം വിൽക്കാൻ പറ്റും. കൂടുതൽ സാധനം വിറ്റാൻ എന്തുണ്ടാവുക? കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, കൂടുതൽ GST, കൂടുതൽ വരുമാനം ഒക്കെ ഉണ്ടാവും. കണ്ടോ? അപ്പൊ നമ്മുടെ കൺസംഷൻ പാറ്റേൺ വർദ്ധിപ്പിക്കാൻ വേണ്ടി ടാക്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഒരു സാധനം നിങ്ങൾ വാങ്ങണ്ടെന്ന് വെച്ചാലോ, ഇപ്പൊ സിഗരറ്റിന് എത്ര ടാക്സ്? നമ്മൾ തമാശക്ക് പറയാം, സിഗരറ്റ് എത്ര ടാക്സ്? 600%, 1000% ഒക്കെ ടാക്സ്. നമ്മുടെ നാട്ടില് റേഷൻ കട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂ നിൽക്കുന്ന സ്ഥലം ഏതാ? ബാർ, ബിവറേജ് അല്ലേ? നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. എവിടെ ഒരു ബിവറേജ് വരുന്നോ അവിടെ ഒരു പുതിയൊരു ടൗൺഷിപ്പ് തന്നെ ഡെവലപ്പ് ചെയ്യും. പച്ചക്കറിക്കാരൻ, ഹോട്ടലുകാരൻ, സ്വർണ്ണക്കടക്കാരൊക്കെ അവിടെ ഇപ്പോൾ വരുന്നത്. അവിടെ എന്താ ഒരു കുപ്പി ഒരു ലിക്കറിന്റെ വില? ഗവൺമെന്റിന് കിട്ടുന്നത് 75 രൂപയ്ക്കായിരിക്കും. അത് ഗവൺമെന്റ് വിൽക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 750 രൂപയ്ക്കായിരിക്കും. ആണോ? അവിടെ ഉദ്ദേശിക്കുന്നതാണ് കൺസംഷൻ അനുസരിച്ച് രാജ്യത്തിന് ചില സിസ്റ്റംസ് ആൾക്കാരും ജനറേറ്റ് ചെയ്യണം. അതുവഴി അവർ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നു. ആ ടാക്സ് നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. 2, നിങ്ങൾ കൺസ്യൂം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും എന്തുണ്ടാകാം? ടാക്സ് ഉണ്ടാവാം. ഈ 775 ഉറുപ്പിക സാധനം 750 ഉറുപ്പിക്ക് വാങ്ങി കുടിക്കണോ? വേണ്ട, 2 ബിരിയാണി കഴിച്ചേക്കാൻ തോന്നിയാലോ? കൺസംഷൻ കുറയ്ക്കാനും കൂട്ടാനും ടാക്സ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? അതിന് ടാക്സ് കൂട്ടും. ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ടാക്സ് കുറയ്ക്കും. അപ്പൊ ടാക്സേഷൻ നിങ്ങളുടെ കൺസംഷൻ പാറ്റേൺ മാറ്റാനും സഹായിക്കുന്നു. എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ ടാക്സ് സഹായിക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ഹോം ഇൻഡസ്ട്രി, നമ്മുടെ രാജ്യത്തിലെ വ്യവസായങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ടാക്സ് ഉപയോഗിക്കും. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൂട്ടുമ്പോൾ എന്താണ്ടാവുക? നമ്മൾ പറയാം മെയ്ഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ, മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. ഇതൊക്കെ എന്താ ചെയ്തേ? ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ല, പക്ഷെ നിങ്ങൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ടാക്സ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, വോൾവോയുടെ കാർ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 1300% ടാക്സ് ഉണ്ട്. അതേ സമാധി ഇന്ത്യയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ 17% ടാക്സേ ഉള്ളൂ. ഇപ്പൊ വോൾവോ എന്താ ചെയ്യുക? വോൾവോ പിറ്റേ ദിവസം പെട്ടിയും കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോരും. ലോകത്തിൽ ആപ്പിൾ എന്തുകൊണ്ട് അവിടെ മാനുഫാക്ചർ? നമ്മൾ ചന്തം കണ്ടിട്ടാ? അല്ല, ആപ്പിൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടെങ്ങനെയായിരുന്നു? അമേരിക്കയിൽ എത്രയ്ക്കാണോ വിൽക്കുന്നത് അതിനേക്കാളും 15,000-20,000 രൂപ കൂടുതലായിരുന്നു ഇന്ത്യയിൽ ആപ്പിളിന്റെ വില. അമേരിക്കയിൽ വിറ്റ് 6 മാസം കഴിഞ്ഞ് അവിടെ വീട് വിൽക്കുമായിരുന്നുള്ളൂ. ഇന്നോ ഇവിടെ വിറ്റിട്ടേ അമേരിക്കയിൽ വിൽക്കുള്ളൂ. അതേ വിലയ്ക്ക് അവിടെ വിൽക്കണേ. എന്തുകൊണ്ട് സംഭവിച്ചേ? ടാക്സ് ഇല്ലാണ്ടായി. അപ്പൊ ടാക്സ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തിൽ ബിസിനസ് ഡെവലപ്പ്, ഹോം ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു. എംപ്ലോയ്മെന്റ് ചാൻസസ് വർദ്ധിപ്പിക്കുന്നു. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു. തെറ്റായ കസ്റ്റംസ് ഇല്ലാതാക്കാൻ, ആചാരങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇക്കണോമിക് സ്റ്റെബിലിറ്റി രാജ്യത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ ഇക്കണോമിക് സ്റ്റെബിലിറ്റിക്കും എന്താണ്? ടാക്സ് വളരെ ആവശ്യമാണ്. സോ നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ നമുക്ക് 2 സിസ്റ്റമാണ്, 2 പ്രോബ്ലംസ് ആണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റിയിൽ വരിക. ഒന്ന് ഇൻഫ്ലേഷനും ഒന്ന് ഡിഫ്ലേഷനും. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ. ഇൻഫ്ലേഷൻ എന്താ ഉണ്ടാവുക? ഇൻഫ്ലേഷൻ മലയാളം എന്താ? നാണ്യപ്പെരുപ്പം അല്ലെ? ഡിപ്രഷൻ ആണെങ്കിലോ നാണ്യച്ചുരുക്കം. ഇൻഫ്ലേഷൻ എന്താ സംഭവിക്കുക ബ്രിജിത്ത? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഇൻഫ്ലേഷൻ? പൈസയുടെ വാല്യൂ കുറയും, പർച്ചേസിങ് പവർ കുറയും. ഡിഫ്ലേഷനിലോ ഡിപ്രഷൻ എന്താണ്ടാവുക? അനുപമ, ഡിപ്രഷനിൽ എന്താണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഡിപ്രഷൻ? ഇൻഫ്ലേഷനിൽ നാണ്യപ്പെരുപ്പം ഉണ്ടാവും, ഡിപ്രഷനിൽ നാണ്യച്ചുരുക്കം ഉണ്ടാവും. വാട്ട് വിൽ ഹാപ്പൻ ഇൻ നാണ്യച്ചുരുക്കം? പൈസയുടെ വാല്യൂ കൂടും. വാല്യൂ കൂടും എന്ന് പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ? പൈസയുടെ വാല്യൂ കൂടും എന്നാണ് പറയാ. പൈസ കയ്യിൽ ഇല്ലാണ്ടാവും, പൈസയുടെ അവൈലബിലിറ്റി കുറയും അല്ലേ? ഇൻഫ്ലേഷൻ എന്താണ്ടാവുക? നാണ്യപ്പെരുപ്പത്തില് നമുക്ക് പർച്ചേസിങ് പവർ കുറയും. നമുക്ക് ആ സാധനം പൈസ കൊണ്ട് കൂടുതൽ പൈസ കൊടുത്താൽ മാത്രമേ ആ സാധനം വാങ്ങുള്ളൂ. ഡിഫ്ലേഷൻ ആണെങ്കിൽ സാധനത്തിന്റെ വില കുറയും. കാരണം എന്താണ്? നമ്മുടെ കയ്യിലെ പൈസ കുറയുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും ഏതെങ്കിലും ഒരു ഇക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇല്ലാത്ത ഇക്കണോമി ഉണ്ടോ? ഇല്ല. ഇൻഫ്ലേഷൻ ഇസ് ഡെഫിനറ്റ്ലി ഇത്. പക്ഷെ ആ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ടാക്സേഷൻ സഹായിക്കുന്നു. ചുമ്മാ ആലോചിച്ച് നോക്കൂ, ഇൻകം ടാക്സ് കുറച്ചു കഴിഞ്ഞ ബഡ്ജറ്റില്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആയിപ്പോ. കഴിഞ്ഞ ബഡ്ജറ്റില് ഇൻകം ടാക്സ് കുറച്ചു. എന്താ ഉദ്ദേശിച്ചത് നിർമ്മലാ സീതാരാമൻ? നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരണം, നിങ്ങളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കണം. ആ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കണം എന്ന് ഗവൺമെന്റ് തോന്നുന്ന ഗവൺമെന്റ് ചെയ്യും, ടാക്സ് കുറയ്ക്കും. അപ്പൊ എന്തുണ്ടാവും? നിങ്ങൾ സാധനങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. ഒരു മസാല ദോശ കഴിക്കുന്നവൻ 2 മസാല ദോശ കഴിക്കും. ഒരു ചെറിയ കാറ് വാങ്ങുന്നവൻ വലിയ കാറ് വാങ്ങും. അപ്പൊ എന്തുണ്ടാവും? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കൂടും, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച കൂടും. അപ്പൊ നമ്മുടെ രാജ്യത്തിലേക്ക് കൂടുതൽ പണം വരികയും നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രി വളരുകയും ചെയ്യും. ഇനി ഡിപ്രഷൻ ആണെങ്കിലോ, നമ്മൾ ടാക്സ് അങ്ങോട്ട് കൂട്ടും. ടാക്സ് കൂട്ടുമ്പോൾ എന്താ ഉണ്ടാവുക? ടാക്സ് ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. നമുക്ക് ഇൻഫ്ലേഷൻ ഭയങ്കര ലെവലിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ആൾക്കാരുടെ കയ്യിൽ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മെല്ലെ ടാക്സ് ആണ് കൂട്ടും. 10% 20 ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയും. പൈസ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? സാധനങ്ങൾ വാങ്ങൂല. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മാർക്കറ്റിൽ വരാതെയാവും. നല്ല സാധനങ്ങൾ മാത്രമേ വരുള്ളൂ. ആ സാധനം വാങ്ങാനുള്ള പൈസ മാത്രമേ നമ്മുടെ അടുത്തുണ്ടാവുള്ളൂ. അപ്പൊ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനും എന്തുപയോഗിക്കാം? ടാക്സ് ഉപയോഗിക്കാം. വിൽ ബ്രേക്ക് ഫോർ 5 minutes.